അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വയനാട് തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് വയനാട് നമുക്ക് വിട്ടുപോകാനും കഴിയില്ല. 8 നാളായെങ്കിലും അതിൻ്റെ മഹാദുരന്തത്തിൻ്റെ പകപ്പിൽ തന്നെ നിൽക്കുകയാണ് വയനാടിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്ക് എങ്ങനെയാണ് എന്നുള്ള ചർച്ചകളൊക്കെ തുടങ്ങേണ്ട സമയം ആകുന്നുണ്ടെങ്കിൽ കൂടിയും ആ മഹാദുരന്തത്തിന് ഞെട്ടലിൽ ഈ നാട് ഇതുവരെ ഒരു തുള്ളി പോലും മുക്തമായിട്ടില്ലെന്ന് മാത്രമല്ല, നാൾക്ക് നാൾ കഴിയും തോറും അതിൻ്റെ കൂടുതൽ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയാൽ മതിയാവുകയുള്ളൂ. ഇവിടെ ആ ദുരന്തത്തെ അതിജീവിച്ചവർ, അതിൽ ഇപ്പോഴും കൈമേമർന്ന് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർ, ഡോക്ടർമാർ, ജനപ്രതിനിധികളൊക്കെ സംസാരിക്കുന്ന ഈ സായാഹ്നത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട്ടിൽ ഇനി എന്ത്? ഒരുപാട് വേദനകൾ നമ്മൾ ഈ ദിവസങ്ങൾ കാണുകയാണ്. ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് കേട്ടിരിക്കാൻ കഴിയാത്തത്രയുള്ള അഗാധത്തിലുള്ള, ഇനി ഒരിക്കലും ആർക്കും അങ്ങനെ ഉണ്ടാവരുതേ എന്ന് തോന്നിപ്പിക്കുന്ന വലിയ വേദനകൾ കാണുന്ന അങ്ങേയറ്റത്തെ സങ്കടകരമായ ദിവസങ്ങളിലാണ്. ഈ ദിവസങ്ങൾ കടന്നു പോകും, ഈ ആഴ്ചകൾ കടന്നു പോകും. അതിനുശേഷം ഈ വയനാട്ടുകാർക്ക്, മരിക്കാതെ ജീവനോട് രക്ഷപ്പെട്ടവർക്ക് മുന്നോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർ ഏത് നല്ല രീതിയിൽ ജീവിച്ചോ അതേ നല്ല രീതിയിൽ അവർക്ക് ജീവിച്ച് മുന്നോട്ടൊക്കെ പോകണം. ആ മേഖല പൂർണ്ണമായി തകർന്നടിഞ്ഞ ആ മേഖല പുനരുജ്ജീവിപ്പിക്കണം, അതിനെ പുനർജനിപ്പിക്കണം എന്ന വാക്കാകും ശരി. കാര്യം അത് പൂർണ്ണമായി തന്നെ ഇല്ലാതെ അവിടെ ഏതെങ്കിലും പണിയെടുത്ത് നേരെയാക്കൽ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ചർച്ച, ഇനിയുള്ള ദിവസങ്ങളിലെ ചർച്ചകൾ, എങ്ങനെ നമുക്ക് ഈ നാടിനെ ചേർത്ത് പിടിക്കാം, എങ്ങനെ അവരുടെ പഴയ ജീവിതം അവർക്ക് സമ്മാനിക്കാം, അവർക്ക് നൽകാം. അതൊരു പക്ഷേ സാധ്യമായേക്കില്ല, ഉറ്റവരും ഉടയവരും നഷ്ടമാകുന്നു. പക്ഷേ ബാക്കിയുള്ള ജീവിതം എത്രത്തോളം പഴയതുപോലെ സാധ്യമാക്കാമെന്നുള്ള ചർച്ചകൾ തുടങ്ങേണ്ട സമയവുമാകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കൂടെ ഈ മേഖലയുടെ എല്ലാവരും ഉണ്ട്. ഈ മേഖല ഈ ദിവസം വളരെ സജീവമായി നിൽക്കുന്ന എല്ലാവരും ഇവിടെ ചേരുന്നുണ്ട്. ജയേഷ് അല്ലേ, നമ്മൾ രാവിലെ നമ്മുടെ സുർജിത്ത് അയ്യപ്പത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ചൂരൽമലയാണ് വീട്. ഇന്നാണ് ആ വീട്ടിലേക്ക് അദ്ദേഹം പോയത്. വീടൊന്നും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. അപ്പോൾ വീട് വേണം, സ്ഥലം വേണം, ജീവനോപാധി വേണം അല്ലേ? ഞങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഉരുൾപൊട്ടിയതിന് ശേഷം ഞാൻ ഇന്ന് ഈ ചുരമല ഭാഗത്തേക്കാണ് ഇന്ന് പോകുന്ന സമയത്ത് ഇന്ന് എൻ്റെ മക്കൾ ഈ ക്യാമ്പിൽ വന്നതിന് ശേഷം അവർക്ക് ഉണ്ടാക്കും വയ്യാതായി. ഇത് കണ്ടിട്ട് ആകെ മൈൻഡെല്ലാം മാറിപ്പോയേ വൈഫിനോ മക്കൾക്കൊക്കെ. അപ്പോൾ അവരതിനൊക്കെ ഒരു മോചിതരായി വരുന്നു. അപ്പം ഇന്ന് ചൂരൽമല ഭാഗത്തേക്ക് ഞങ്ങളൊന്ന് പോയിരുന്നു. രാവിലെ പോയി കണ്ടപ്പോൾ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ മക്കളൊക്കെ ആകെ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ എന്താ ചൂരൽമല നടന്നിട്ടുള്ളത്, നമ്മുടെ വീട് എവിടെ എന്ന് പറഞ്ഞ സത്യത്തിൽ തെരഞ്ഞു നടക്കുകയുണ്ടായി ഞങ്ങൾ രാവിലെ പോയിട്ട്. അപ്പോൾ എന്നിരുന്നാലും ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ അതിനൊക്കെ ഒരുപാട് ആളെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഞങ്ങളും കുടുംബസമേതം അതിന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനൊക്കെ സ്ട്രോക്ക് ബാധിച്ചിട്ട് 10-16 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് നാളായുള്ളൂ വന്നിട്ട്. നീച്ച് നടക്കാൻ പോലും വയ്യാത്ത അച്ഛനെയും എടുത്ത് എൻ്റെ മക്കളെയും എല്ലാ അച്ഛനും അമ്മേനും എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു 2 നില വീടുണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിന് പുറമെ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ താമസിക്കുന്ന തൊട്ട വീടാണ്. അവിടെയുണ്ട് 3 മക്കളും 3 പെൺമക്കളും ഭാര്യയും ഭർത്താവും ഇവരൊക്കെ താമസിക്കുന്നത്. അവരെ ആ സൗണ്ട് കേട്ട് നമ്മൾ പോയി രക്ഷപ്പെടുത്തി മേലെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ ഒരു വീട്ടുകാരും ഉണ്ടായിരുന്നു, നമ്മൾ തൊട്ട വീട്. അവരെല്ലാം വിളിച്ചുകൊണ്ട് വേഗം ഞങ്ങൾ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചളിയിലൊക്കെ പൊതഞ്ഞ് വരുന്ന രംഗങ്ങളെ കണ്ടിട്ട് സത്യത്തിൽ മനസ്സൊക്കെ ആകെ ഇതായിപ്പോയേ. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇനിയൊരു ജീവിതം വേണം. കാരണം സകലതും നഷ്ടപ്പെട്ടു ഞങ്ങളൊക്കെ HML കമ്പനിയിൽ ജോലിക്കാരനാണ് ഞാൻ. അവിടെ പെർമനൻ്റ് വർക്കറാണ്. വെറും 400 ചില്ലാൻ രൂപയ്ക്കാണ് ഞങ്ങളവിടെ തൊഴിലെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ആ തുച്ഛമായ ആ കൂലിയും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ജീവിക്കാൻ പറ്റില്ല. എന്നിട്ടും ഞങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ ചിലവ് ചുരുക്കി. എനിക്ക് 2 പെൺമക്കളാണ്. രണ്ടാൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നതും കൊണ്ട് നുള്ളിപ്പൊറുക്കി സ്വരുക്കൂട്ടി വെച്ചിട്ടൊക്കെയാണ് മക്കൾക്ക് നല്ല രീതിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ മൂത്തവള് അക്ഷയ, അവള് പിന്നെ B.Ed കഴിഞ്ഞു, ഇപ്പോൾ PGയും കഴിഞ്ഞു, എല്ലാം പാസ്സായി നിൽക്കുന്ന. രണ്ടാമത്തെ മോളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അവള് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഡിഗ്രിയും എല്ലാം കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്,
ഞങ്ങളെ സകലതും കിടപ്പാടും എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ ക്യാമ്പെല്ലാം ഈ ഭയങ്കര ചർച്ച വരുന്നുണ്ട് പുറത്ത്, ഇന്ന് നാളെ ആയിട്ട് നമ്മളൊക്കെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. അരപ്പറ്റ സ്കൂളിൽ നിന്ന് അവരോട് പറഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, ഗിരീഷ്. പല ക്യാമ്പുകളിലായിട്ടാണ് ഞങ്ങൾ അടുത്തടുത്ത വീടുകാരൊക്കെ താമസിക്കുന്നത്. അരപ്പറ്റേന്ന് അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഉള്ളിനുള്ളിൽ ഭയങ്കര ഒരു വേദന ആയിപ്പോയി. കാരണം എന്താണ് നമ്മളോടൊന്ന് വിളിച്ചിട്ട് ഒരു തീരുമാനം ഇല്ലാത്ത രീതിക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം. അത് ഔദ്യോഗികമായിട്ട് നമ്മളെ ക്യാമ്പിൽ വന്നിട്ട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അരപ്പറ്റ ക്യാമ്പിൽ നിന്നാണ് ഈ വിളി വന്നത്. നമ്മളെ ക്യാമ്പിൽ അങ്ങനത്തെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടുമില്ല. എന്നിരുന്നാൽ കൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആ ചൂരൽമല പ്രദേശത്ത് 200 ചില്ലാനും വീടുകൾ നിൽക്കുന്നതാണ് ആ സ്കൂള് കഴിഞ്ഞാൽ അങ്ങോട്ട്. അതിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് ജീവിക്കാൻ പറ്റിയ അവസ്ഥയല്ല. അല്ല അങ്ങോട്ട് ആ പ്രദേശത്തേക്ക് ഇനി ആവുന്ന രക്ഷപ്പെട്ടവരും ഒരാൾ പോലും ഇനി ആ പ്രദേശത്തേക്ക് കടന്നു പോകാൻ ധൈര്യപ്പെടൂല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും പെട്ടെന്ന് കണ്ടുമുട്ടുകയുണ്ടായി. കാരണം അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ രണ്ടാളെയും പെട്ടെന്ന് കണ്ടപ്പോൾ വളരെ ഷോക്കായി പോയി. കാരണം ഞാൻ ജീവിച്ചിരിപ്പോൾ, അവൻ്റെ പേര് മുജീബ് എന്നാണ്. ആ മുജീബ് എന്നെ കണ്ടപ്പോൾ അവന് സത്യത്തിൽ അവന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയാൽ. കാരണം ഞങ്ങളൊക്കെ എന്നും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ആ സ്കൂളിലോട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഇതല്ല രാഷ്ട്രീയം, എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഒരാൾ പോലും കുട്ടേട്ട എന്ന് വിളിക്കാതെ ഒരാൾ പോക്കില്ല. അത്രയും നല്ലൊരു സൗഹൃദത്തോടെ ഞങ്ങൾ അവിടെ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ സൗഹൃദം പിരിക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒരു ഭാഗത്തായിട്ട് ഞങ്ങളൊരു പുനരധിവാസം ഞങ്ങൾക്ക് വേണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഈ 24-ലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് തന്നെയാണ്, അവർ ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞവരാണ്. അപ്പോൾ അവർ ഇനി അതിൽ കുറേയധികം ആളുകൾ പോയി, ശേഷിക്കുന്ന ആളുകൾക്ക് ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു പദ്ധതി, ഒരു ടൗൺഷിപ്പ് പോലെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന. എന്തായാലും ആ രീതിയിൽ തന്നെ ചർച്ചകൾ പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നൂറുദ്ദീൻ, നമ്മൾ അന്ന് നൂറുദ്ദീൻ വാർഡ് മെമ്പറാണ്. അന്ന് രാവിലെ വാർത്ത കണ്ടവർക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യം ഫോൺ വിളിക്കുന്നത് നൂറുദ്ദീനെയാണ്. ഭയങ്കര വേദനയോടുകൂടി കരച്ചിലിൻ്റെ വക്കോളം എത്തിയ ശബ്ദത്തിൽ കാര്യങ്ങൾ പറഞ്ഞ ആളാണ് നൂറുദ്ദീൻ. എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്കുള്ള പോക്ക് എന്ന ചർച്ചകൾ തുടങ്ങി വെക്കേണ്ടത്? ഇനി മുന്നോട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് സ്കൂളൊക്കെ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ഒരു ഒന്നാം ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളെ എല്ലാവരും എങ്ങനെ ആയിപ്പോയി, നമ്മൾ വളർന്നു വരുന്ന മക്കൾ അവർ നല്ലൊരു ഇതിലായിട്ടാണ് വളർത്തിക്കൊണ്ടുവരണം. ആദ്യം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പോൾ 400 വീട് പോയവർ ഇവിടെ കിടക്കുന്നുണ്ട്. അവരെ സേഫായിട്ട് പിന്നെ എവിടെയെങ്കിലും വാടക വീട്ടിലും നല്ലൊരു സ്ഥലത്ത് എത്തിച്ചിട്ടാണ് നമുക്ക് എന്താക്കാൻ സ്കൂൾ തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് മന്ത്രി എല്ലാവരും കൂടെ ആയിട്ടുള്ള മീറ്റിങ്ങിൽ ആദ്യം നമ്മളെ സ്റ്റേജ് സ്കൂളും പിന്നെ രണ്ടാമത് ഈ വാടകയ്ക്ക് വരെല്ലാം സേഫാക്കുക. അത് അടുത്ത ഘട്ടത്തിൽ നമ്മളെന്താക്കുന്നത് അവരെ വീടുകൾ കാര്യങ്ങൾ ടൗൺഷിപ്പ് പോലെ ചെയ്യാമെന്നാണ് നമ്മൾ മന്ത്രിതലത്തിലും സർക്കാരിൻ്റെ തലത്തിലും പഞ്ചായത്തിൻ്റെ തലത്തിലും നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു ചർച്ചയിൽ വന്നിട്ടുള്ളത്. അതാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ സാറേ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് നമ്മളെ നാട്ടുകാരെ നിങ്ങളെല്ലാവരും കൂടെ ലോകത്ത് ഇത് കാണുന്ന എല്ലാവരും കൂടെ ഞങ്ങളാരും ഞങ്ങൾ ഈ ആളുകളെ വഴിയിലിടരുത് നിങ്ങളെല്ലാവരും. എനിക്കതാ പറയാനുള്ളത്. അല്ല, ഞാൻ തുറന്ന് പറയണേ, ഇത് കാണുന്ന ഒരുപാട് മാധ്യമങ്ങൾ എല്ലാവരും ലോകം കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ മേപ്പാടി ടൗണിലാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ ഉള്ളത്. അവരെ നിങ്ങളെല്ലാവരും സഹായിക്കുക, മനസ്സറിഞ്ഞ് സഹായിക്കുക. 1 രൂപയെങ്കിലും തന്ന് ലോകത്തുള്ളവരിട്ട ഇവരെല്ലാവരും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അവരെ നല്ലൊരു അധികം വലിയ വീടൊന്നും ആരും ഉദ്ദേശിച്ച് ഞാനിന്ന് ക്യാമ്പിൽ പോയിരുന്നു. എൻ്റെ അമ്മമാരും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു റൂം, ഒരു ചെറിയ കിച്ചണ്, അതിൽ കിടക്കാനുള്ള ഒരു ചെറിയ ബെഡ് നിലത്തിൽ, അത് എങ്ങനെ സംഘടിപ്പിച്ച് തരണം. അതിന് നിങ്ങൾ ഈ കാണുന്ന ഈ ലോകം ഇത് കാണുന്നുണ്ട്. ഞങ്ങളെ ഈ നാട്ടുകാരെ ഒരാളും വഴിയിലിടരുത്. അതാ എനിക്ക് പറയാം. വേറൊന്നും എനിക്കധികം പറയാനില്ല. അതെ, എൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്. എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് രക്ഷിക്ക് നൂറുക്കാന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കരയില്ലാതെ എൻ്റെ മുന്നിൽ വഴികളൊന്നും ഞാനിന്ന് ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ അവസ്ഥ സാർക്കറിയല്ല ഞാൻ വിളിച്ചതൊക്കെ. അതുപോലെ ഇപ്പം നമ്മളെ ലോകം ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരണം, കേരള ഭരണം, പഞ്ചായത്ത്, കേന്ദ്രം, ലോകം മൊത്തം ഞങ്ങളെ കൂടെ ഉണ്ട്. അതുപോലെ ഞങ്ങളെ ഈ ക്യാമ്പിൽ കിടക്കുന്ന പാവങ്ങളെ ഇനി കഴിയില്ല അവരെ വിഷമം കേൾക്കാൻ. ഞാൻ അന്നോ കേട്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഒരു മണിക്ക് ക്യാമ്പ് കയറിയിട്ട് സാറൊക്കെ വിളിക്കുന്നു, വരാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു പോയി. അപ്പോൾ എനിക്കിത് കണ്ടു നിൽക്കുന്നവരോട് ഞങ്ങളെ ചൂരൽമല, മുണ്ടക്കായി, അട്ടമലുള്ളവരെ
ഒന്നും വേണ്ട അവർക്ക്. ഒരു മഴയും വെള്ളമൊന്നും ഒലിക്കാത്ത ഒരു നല്ലൊരു സ്ഥലത്തേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്ന് എനിക്ക് വേറെ ഒന്നുമില്ല സാർ. എല്ലാവരെയും ഒരുമിച്ച് നിർത്തണം, എല്ലാവരും ഒരുമിച്ച് നിർത്തണം, വേറെ വേറെ ആക്കരുത്. അതായത് പുത്തുമല ദുരന്തത്തിൽ പെട്ടാളാണ് ഞാൻ. പക്ഷെ അന്ന് ഗവൺമെന്റ് നല്ല മാതൃഭൂമി നല്ല സ്ഥലം തന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. പക്ഷെ അതിലൊരു 10-20 കുടുംബം എന്തായി മാറിപ്പോയി. അവർ ഇന്ന് ഇവിടെ കിടക്കുന്ന ഉരുൾപൊട്ടി കിടക്കുന്ന അതേ ആളുകളുടെ അവസ്ഥയാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്നും ചെതറാൻ നിൽക്കരുത്, ഞങ്ങൾ നിങ്ങളോട് പറയും ആ സമയത്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി നമുക്ക് ഒരുമിച്ച് എല്ലാ സ്ഥലത്തും നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ അവർക്കൊപ്പം ആ ദിവസം മുതൽ ആ ഉരുൾപൊട്ടിയ സമയം മുതൽ അവർക്കൊപ്പം ഉണ്ട്. ഈ സമയം വരെ നൂറുദിനിക്കാർ നമ്മൾക്ക് അത് കാണുന്നുണ്ട്. പുത്തുമലയുടെ കാര്യം, പുത്തുമല പഞ്ചായത്ത് അംഗം സുകന്യ ചേരുന്നുണ്ട്. ഇവിടെ ഇതിന്റെ പുനരധിവാസ ചർച്ച നടക്കുമ്പോഴൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് പുത്തുമല പോലെ ആവരുതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാനും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. പുത്തുമലയുടെ 2019 ഓഗസ്റ്റ് 8 ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഞാനും എൻ്റെ വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നത് നമുക്ക് ഒരു ടൗൺഷിപ്പ് പോലെയാക്കി നമ്മളെല്ലാവരും ഒരുമിച്ച് പാർപ്പിക്കും, സ്ഥലം പോയവരെയാണെങ്കിലും വീട് പോയവരെയാണെങ്കിലും എല്ലാം പരിഗണിക്കും, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വീട് പോയവരെയൊക്കെ പരിഗണിച്ചു. 7 സെൻറ്റ് സ്ഥലവും അതിനുള്ളിലൊരു വീടും ചെയ്തു തന്നിരുന്നു. മാതൃഭൂമി ഫൗണ്ടേഷൻ്റെ സ്ഥലവും അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുത്ത 4 ലക്ഷം രൂപയും കൊണ്ട് പിന്നെ സ്പോൺസേഴ്സിൻ്റെ സഹായത്തോടെയാണ് അവിടെയുള്ള വീടുകളെല്ലാം ചെയ്തേക്കുന്നത്. പക്ഷേ സ്ഥലം മാത്രം നഷ്ടപ്പെട്ട ഒരു 17 പേരുണ്ട്. ആ ആളുകളെല്ലാം ഇന്നും പുറത്ത് നിൽക്കുക, ഇന്നും വാടക വീടുകളിൽ കഴിയുന്ന ആൾക്കാരാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തുമലയുടെ അന്നത്തെ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റ് സ്ഥലം മേടിച്ചിട്ട ആളുകളുണ്ട് അവിടെ. അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിച്ചു. ഞങ്ങൾക്ക് അവിടെ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. കൂടുതൽ സ്ഥലം പോയ ആളുകൾക്കൊന്നും ഒരു തരത്തിലുള്ളൊരു നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഏലവും കാപ്പിയും കുരുമുളകും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് മേലെ പച്ചക്കാടിലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈവൻ എൻ്റെ കുടുംബമാണെങ്കിലും ഒക്കെ എന്താ വെച്ചാൽ പുറമണിക്ക് പോവാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആദായവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൃഷി പോയേനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു തരത്തിലുള്ളൊരു നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പുത്തുമലക്കാരെ പോലെ എന്താ പറയുക, വാടക വീട്ടിൽ കഴിയാനുള്ള അവസ്ഥ അല്ലെങ്കിൽ 1.5 വർഷത്തോളം എടുത്തു പുത്തുമലക്കാരുടെ പുനരധിവാസം കുറഞ്ഞ ആളുകളുടെയെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ആവരുത് ചൂരൽമല മുണ്ടക്കൈക്കാരുടെ അവസ്ഥ. ഒത്തിരി അധികം കുടുംബങ്ങളുണ്ട്. അന്ന് ഒരു വാർഡും 17 പേരുടെ മരണമായിരുന്നു. പക്ഷേ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ 300 പേരിൽ കൂടുതൽ ആൾക്കാർ ഇപ്പം നമ്മുടെ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന്, അതായത് ഇനിയുള്ള ബാക്കിയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കി കൊടുക്കണം ഗവൺമെൻറ്. ഇപ്പോൾ നാളെ മറ്റന്നാളെ പുത്തുമലയുടെ വാർഷികമാണ്. അപ്പോൾ ആ വാർഷികമാകുമ്പോൾ പോലും അത് പൂർണ്ണമായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതും അതിൻ്റെ ഒരു 10 ഇരട്ടി വ്യാപ്തിയുള്ള ദുരന്തമാണ്. അതുപോലെ വൈകരുത് എന്ന് ഉറച്ചു തന്നെ പറയുകയാണല്ലേ? തീർച്ചയായിട്ടും ഉറച്ചു തന്നെ പറയുന്നു. കാരണം പുത്തുമല ഏകദേശം ഒരു പൂത്തക്കൊല്ലിയിലെ വീടുകളെല്ലാം പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് പിറ്റേ വർഷം മഴക്കാലത്ത് വീടുകൾ ചോരാൻ തുടങ്ങി. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടുന്നത്. നമുക്ക് ഉണ്ടായ സമയത്ത് നമ്മൾ ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ മറ്റൊരാളോടൊരു സഹായം ചോദിക്കേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. ഇന്ന് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് സീറോയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എങ്ങോട്ട് ഈ ക്യാമ്പ് കഴിഞ്ഞാൽ എങ്ങോട്ട് ഇറങ്ങിപ്പോകും എന്നുള്ളൊരവസ്ഥ. 2019 ഞങ്ങൾ നിന്ന് അതേ അവസ്ഥയാണ് ഇന്ന് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരിയധികം വിഷമമുണ്ട്. 2019 ആ ഒരു അവസ്ഥ ഇനി ആർക്കും ആവർത്തിക്കാതിരിക്കട്ടെ. ക്യാമ്പ് തുടങ്ങിയ അന്ന് മുതൽ, അതായത് ഉരുളുപൊട്ടിയ ആ സമയം മുതൽ ഈ സമയം വരെ ക്യാമ്പിലുണ്ടായിരുന്നു. നമ്മളെ കഴിയുന്ന ലെവലിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഇറങ്ങി തിരിച്ചേക്കുകയാണ്. പുത്തുമല പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, പുത്തുമല ദുരന്തത്തിൽ അതിൻ്റെ ഇര കൂടിയാണ്. പറയുകയായിരുന്നു എങ്ങനെയാണ് പുത്തുമലയും ഈ ദുരന്തം വ്യത്യസ്തമാവുന്നത്, എങ്ങനെയാണ് പുത്തുമല പോലെ ആവരുത് അതിജീവനെന്ന് പറയുക. അത് സുകന്യ മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ അത്തരത്തിൽ പുത്തുമലയെ നേരിട്ടറിയാവുന്ന ഒരുപാട് അത്തരത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും അത് ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയം എന്നാണ്. ഇപ്പോഴല്ലാതെ അടുത്ത ഘട്ടത്തിലാണെന്ന് മാത്രം. ഇവിടെ കുറച്ച് ഡോക്ടർമാരുണ്ട്. നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് വിംസ് എന്ന ആശുപത്രി, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, അങ്ങനെയാണ് എൻ്റെ പേര്. ഡോക്ടർ ഷാനവാസ് ചേരുന്നുണ്ട്. നീത ജിജോ എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ നമ്മൾ കേട്ടു. ആ ശബ്ദരേഖയിൽ ദൗർഭാഗ്യവശാല കുട്ടിയില്ല. ആ ശബ്ദരേഖയിൽ പറഞ്ഞ ഡോക്ടർ ഷാനവാസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡോക്ടർ ഷാനവാസ് ഇതാണ്. ഡോക്ടർ, ഒരുപക്ഷെ നിങ്ങളുടെ ആശുപത്രി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അത്ര ചുരുങ്ങിയ സമയം കൊണ്ട് വന്ന ഒരു മഹാദുരന്തം തന്നെയാകും. അതെങ്ങനെ മാനേജ് ചെയ്തു എന്ന് നോക്കുന്നു? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ജില്ലയിലെ തൃതീയ ചികിത്സാ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ തലേന്ന് ഈ ഒരു വലിയൊരു ഓറഞ്ച് അലേർട്ട് ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു ശരിക്കും. മാത്രമല്ല, നേരത്തെ നൂറ് പറഞ്ഞ പോലെ ഞങ്ങളെ സഹപ്രവർത്തകർ, അതേപോലെ തന്നെ ഞങ്ങളെ സ്ഥിരമായിട്ട് ഞങ്ങളെ കാണിക്കാൻ വരുന്ന രോഗികൾ
എല്ലാവരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയ ആൾക്കാരെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 11ഓളം ആൾക്കാർ വളരെ ക്രിട്ടിക്കലായിട്ടാണ് ICUലേക്ക് വന്നത്. ആ രക്ഷപ്പെടുത്തിയ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് ഡോക്ടർ പോൾ പീറ്റർ, ഞങ്ങൾ അത്യാഹിത വിഭാഗത്തിൻ്റെ ഹെഡാണ്. ഡോക്ടർ അശ്വതി കനി, ഞങ്ങൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അവരാണ് ഇപ്പോഴത്തെ IP ഒക്കെ നോക്കുന്നത്. ഡോക്ടർ ഗോകുമാരൻ കർത്ത, അദ്ദേഹം ഞങ്ങളുടെ ഡീനാണ് മെഡിക്കൽ കോളേജിൻ്റെ. സ്റ്റുഡൻസിൻ്റെയും വലിയ രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ് കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്യാൻ കഴിഞ്ഞത്. അതേപോലെ എടുത്തു പറയേണ്ടത്, ഞങ്ങൾക്ക് ICU മതിയാവില്ല എന്നൊരു തോന്നലുണ്ടായ ശേഷം ഉടനെ തന്നെ അന്ന് 30th രാവിലെ തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് 16ഓളം വെന്റിലേറ്റർ ഞങ്ങൾക്ക് തന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ടതാണ്. ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ ക്രിട്ടിക്കലായിട്ടുള്ള കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട്. കാരണം നിലവിൽ കുറേ പേഷ്യൻസ് ഉണ്ട്, അതിന് പുറമേ വരെ. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ജീവനോടെ ആൾക്കാർ വന്നില്ല എന്ന് ആണ് വരാൻ ഈ ഒരു പ്രത്യേക സാഹചര്യം പറയാനുള്ളത്. ഡോക്ടർ, ഒരുപക്ഷെ ജീവിച്ചിരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ മരിച്ചു വന്നു എന്നൊരു സങ്കടം ഈ ദുരന്തത്തിലുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? എത്രത്തോളം എപ്പോഴവർക്ക് ആശുപത്രി വിടാൻ കഴിയും എന്ന് പറയാൻ പറ്റുമോ സ്റ്റാറ്റ്? ഞങ്ങൾ ഏകദേശം ഒരു 250-ലധികം രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ പലരെയും ഞങ്ങൾ ശുശ്രൂഷിച്ച് റെഡിയാക്കി അവരെ ഞങ്ങൾ ക്യാമ്പുകളിലോട്ട് വിട്ടു. ഇപ്പം കറൻ്റ് നമുക്കൊരു 50 മുകളിൽ രോഗികളുണ്ട്. എല്ലാവരും സ്റ്റേബിളാണ്. അതായത് എല്ലാവരെയും നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പലരും പല രീതിയിലുള്ളതാണ്. അല്ല ICUയിൽ പറഞ്ഞതുപോലെ 11 രോഗികളിൽ അല്ല എല്ലാവരും ഒരു രോഗി മാത്രം കുറച്ച് ക്രിട്ടിക്കലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ട് അവരും റെഡിയാവും എന്നുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ പതുക്കെ എന്താ പറയുക മൊത്തമായി എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ. ഇപ്പോൾ 50-ലധികം രോഗികളുണ്ട്. സർജറികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരുടെയും ഇപ്പോഴും. അപ്പോൾ അവരുടെയൊക്കെ ഒന്ന് യൂഷ്വൽ ടൈം വെച്ച് നമ്മളത് ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും. വലിയ പരിക്കുകളൊക്കെ ആയിരിക്കും. അതെ, ഞങ്ങൾക്ക് കിട്ടിയത് വലിയ പരിക്കുകളിൽ കൂടുതലായിട്ടും തലയ്ക്ക് ക്ഷതം പറ്റിയിട്ടുള്ള ഇത്, ശ്വാസകോശ ക്ഷതം പറ്റി, പിന്നെ മലവെള്ളം കുടിച്ച് ആസ്പിറേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലായ രോഗികളുണ്ട്, കാലൊടിഞ്ഞതും അങ്ങനെയുള്ളത് പലതും ഉണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ വളരെ സങ്കടകരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ആ മഹാദുരന്തം അത് പറഞ്ഞ് പുനരാവർത്തിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത് പറയേണ്ടത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ അനിവാര്യമാണ്. മാത്രമല്ല നമുക്ക് മുന്നോട്ടേക്കുള്ള പോക്ക് എങ്ങനെ എന്നതിലും ആ ചർച്ചകൾ പ്രധാനമാണ്. അബ്ദുൽ ഷുക്കൂർ ചേരുകയാണ്. അബ്ദുൽ ഷുക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ആ ദിവസങ്ങൾ കേട്ട ട്രീവാലി റിസോർട്ട്, ഒരുപാട് പേർക്ക് ആ ദിവസം അഭയം നൽകിയ റിസോർട്ടിന്റെ പാർട്ണർമാരിൽ ഒരാളാണ്. അന്ന് നിങ്ങളുടെ റിസോർട്ട് ഒരുപാട് പേർക്ക് അഭയം നൽകി അല്ലേ? 100-150 ആളുകളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അതായത് ആ റോഡുണ്ടല്ലോ അവിടെ പൊട്ടി വന്നത്, അവിടെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് വനിഷായി പോയി കഴിഞ്ഞപ്പോൾ ഈ റിസോർട്ടിൻ്റെ റോഡ് ഉണ്ടായതുകൊണ്ടാണ് ആളുകൾക്ക് അങ്ങോട്ട് ഓടി കയറാനുള്ളൊരു ഇത് വന്നു. അങ്ങനെ ഓടിക്കയറി അവിടെ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ സേവ് ചെയ്യാൻ പറ്റി. ഇനി ആ മേഖല ജീവിക്കാൻ പറ്റില്ല, ആ അവസ്ഥയിലായി. ഇല്ല. എന്താണ് സർക്കാർ അടിയന്തരം ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്, നമുക്കിതിന് മുമ്പുള്ള കുറേ നമ്മളെ ലൈവ് എക്സാമ്പിൾ ഉണ്ട് നമ്മളെ മുമ്പിൽ. കവളപ്പാറ, അതേപോലെ പെട്ടിമുടി, അതുപോലെ പുത്തുമല. കവളപ്പാറയെ കുറിച്ച് പെട്ടിമുടിയെ കുറിച്ച് എനിക്കറിയില്ല, കാരണം പുത്തുമലിനെ കുറിച്ച് എനിക്കറിയാം. കാരണം വെച്ചാൽ അത് നമ്മളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ അന്ന് ആ ഒരു ദുരന്തത്തിലാണ് അവർ പെട്ടത്. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് ഏത് രീതിയിലാണ് ജീവിക്കുന്നത് ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അവർ ലൈഫ് ലോങ് വീണ്ടും ഒരു ദുരന്തത്തിൽ തന്നെ ജീവിക്കേണ്ട ഒരു സാധ്യത, അവിടെ ഒരു സാഹചര്യം ഉണ്ട്. അത് നിങ്ങൾ തന്നെ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാതെ അത് കുറച്ചും കൂടി ഒരു ഇഫക്റ്റീവായിട്ട്, അതായത് അവിടെ കൊടുക്കുന്ന ഒരു താമസം. ഇപ്പോൾ ഒരു നാട്, ഇപ്പോൾ എല്ലാവരും കുട്ടൻ പറഞ്ഞ പോലെ, നൂറുക്ക പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ മെൻ്റലി ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരാളുകളാണ്. അപ്പോൾ ആ ആളുകൾക്ക് അവൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ട ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏതൊരു ഫോഴ്സിനും ഈ ലോകത്ത് നഷ്ടപ്പെട്ട ആളുകളെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ബാക്കിയുള്ള ആളുകൾക്ക് അവർക്ക് മനസ്സമാധാനം കൊടുക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക. അതിന് ആകെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആളുകളെ കൂട്ടിപ്പിടിച്ച് അവർ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുക, അവർക്ക് റിക്കവറി ചെയ്യാനുള്ളൊരു സംഭവം കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ വെറും സ്ഥലം മാത്രമുള്ള ആളുകളുണ്ട്, തറ മാത്രമിട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ജീവിതകാലം മുഴുവൻ ഉള്ള സമ്പാദ്യം കൊണ്ടാണ് ഈ 5 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു തറ എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് സർവേ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ വീടുണ്ടായിട്ടില്ല അല്ലെങ്കിൽ സ്ഥലം മാത്രമേ ഉള്ളൂ, അവർ ഇതിന് കോമ്പൻസേഷന് അർഹരല്ല എന്ന് പറയാൻ പാടില്ല. കാരണം അവരെ ലൈഫിലെ കംപ്ലീറ്റ് മരണം മുന്നിൽ കാണുന്ന സമയത്ത് ഇട്ട ഡ്രസ്സുമായിട്ട് ഇറങ്ങി ഓടിയ ആളുകളാണ്. അവരെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വായ്പ എടുത്ത ചില സ്ഥാപനങ്ങൾ അവരെ വിളിക്കുന്നു കേൾക്കുന്നുണ്ട്. ഈവൻ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാക്കുള്ളൂ, കാരണം നമ്മളൊരു റിസോർട്ടൊക്കെ അതിനും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവർ നമ്മളോട് അങ്ങനെ ഹാഷായിട്ട് പെരുമാറിയിട്ടില്ല. എന്നെ വിളിച്ചത് വളരെ ആയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം പറഞ്ഞു ഡോണ്ട് വെറി, അവർ ആ കാര്യങ്ങൾ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നോടാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഷുക്കൂർ അടക്കം, ഷുക്കൂറൊന്നും ഒരുപാട് സമ്പന്നരൊന്നുമല്ല, നിങ്ങൾ എവിടെ നോക്കിയോ പണം സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ ഒരു റിസോർട്ടാണിത്. ഷുക്കൂറിനെ പോലുള്ള ഒരുപാട് ആളുകൾ, ആരും അതിസമ്പന്നരൊന്നും അല്ല, ഒരു അപ്പർ മധ്യവർഗം എന്ന് പോലും പറയാൻ കഴിയില്ല, ഉള്ളത് മധ്യവർഗമാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഓൾ ഓഫ് എ സഡൻ എല്ലാം പോവാണ്. അപ്പം ഇപ്പോൾ ഒരു വീട് മാത്രമല്ലല്ലോ, ജീവിക്കണം, മുന്നോട്ട് ജീവിക്കണം. അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു ആലോചന എങ്ങനെയാണ് നിങ്ങൾക്ക്? അറിയില്ല സത്യം പറഞ്ഞാൽ ഇത് ഒരു 6 ആൾ പ്രവാസികൾ, ഞങ്ങൾ 6 ആൾ പ്രവാസികൾ കൂട്ടി വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണത്. അത് എന്തെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് ചിന്ത പോലും പോയിട്ടില്ല. ഇനിഷ്യലി നമ്മളെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെയുള്ള 140 ആളുകൾ പോയിട്ടുണ്ട്, നമ്മളെ ചുറ്റോട്ടുള്ള അവരെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ റിസോർട്ട് എന്നുള്ള സെക്കൻഡറി ആണ്, കാരണം നമുക്കത് ഇനിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെയുള്ള ഒറ്റപ്പെട്ടു പോയ കുറേ ആളുകളുണ്ട്, നമ്മളെ കൂടെ കളിച്ചു വളർന്ന, നമ്മളെ നാട്, നമ്മളെ പള്ളി, നമ്മളെ അമ്പലം, നമ്മളെ വായനശാല, നമ്മളെ ഗ്രൗണ്ട്, നമ്മളെ ആ ഒരു എന്താ പറയുക ഇമോഷണൽ ടച്ച് ഉള്ളതാണ്. നിങ്ങൾക്ക് എത്ര കൊണ്ട് പറഞ്ഞാലും നിങ്ങൾക്കാർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, കാരണം ആ ഒരു ഇമോഷണൽ ടച്ചുള്ള ഒരു നമ്മളെ നാടാണത്. അവിടെ സ്കൂളുണ്ടായിരുന്നു, അപ്പോൾ എന്നെ ഷുക്കൂർ ഇന്നലെ കാണിച്ചു, അവിടെ സ്കൂളുണ്ടായിരുന്നു, അവിടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് കുട്ടികളുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. ആ സ്കൂളൊന്നും ഇപ്പോൾ ഇല്ല, സ്കൂളൊന്നും ഉള്ളിടത്ത് കാണാനേ ഇല്ല, പള്ളി പോലും ഇല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്കൂള് നമ്മൾ എന്തെങ്കിലും ഒരു ദുരന്തം മുന്നിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. സ്കൂള്, മദ്രസ എന്നല്ലേ. ആ സ്കൂളെല്ലാം പോയി. അന്നെന്തോ ദൈവം സഹായിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അതിന് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, വിംസ് ഹോസ്പിറ്റൽ, അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ. നമ്മൾ 2024 സംസാരിക്കുന്നത്. ഒരു ഫുൾ ഫ്ലഡ്ജിലായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട്ടിലില്ല. അന്ന് ഈ വിംസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാഷ്വാലിറ്റി ഇവിടെ നിൽക്കുമോ? ഇല്ല. അവർ ചെയ്ത സേവനമൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അന്ന് വിംസ് മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ടാണ് കുറേ ആളുകൾക്ക് അവിടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോളേജ് ഇല്ല ഇവിടെ. ഇന്ന് 2024 ഒരു ഫുൾ ഫ്ലഡ്ജിലായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. ഇവിടുന്ന് ഒരു കാഷ്വാലിറ്റി എമർജൻസി ഉണ്ടെങ്കിൽ 2-2.5 കിലോമീറ്റർ ഈ ട്രാഫിക്കിൽ ഇന്നത്തെ കാലത്ത് കോഴിക്കോട് വരെ പോവുക, അപ്പം തന്നെ ജീവൻ പോവും മനുഷ്യൻ്റെ. വയനാട് ജനപ്രതിനിധികൾ, MLA-മാർ, MP-മാർ ഒക്കെ നോക്കേണ്ട കാര്യമാണ്. വയനാട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യം കാലങ്ങളായി വരുന്ന ആവശ്യമാണ്. ആ ആവശ്യം ഇപ്പോഴും സാധൂകരിക്കപ്പെടുന്നില്ല. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പോലും അവർ വീണ്ടും മുന്നോട്ട് വെക്കുകയാണ്, വയനാടിന് മെഡിക്കൽ കോളേജ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. അത് അധികാര സമക്ഷം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇവരൊക്കെ ഇവര് രക്ഷാദൗത്യത്തിന് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നവരാ എന്ന് പറഞ്ഞാൽ, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടുന്ന് വണ്ടി എടുത്തിങ്ങി വന്നു. അവിടുത്തെ ഒരു എമർജൻസി റെസ്ക്യൂ ടീമാണല്ലേ, ഒരുപാട് ബോഡി റിക്കവർ ചെയ്തവരൊക്കെയാണ്. എങ്ങനെ കഴിഞ്ഞ മടങ്ങാണോ? ഞങ്ങൾ പോവാണ്. ഞങ്ങൾ 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഉണ്ട്. പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും എലിപ്പനൊക്കെ സ്ഥിരീകരിച്ചു അല്ലേ? 3 പേർക്ക്. അത് ഭാഗമായി ഇറങ്ങിയിട്ട് ഉണ്ടായതാ? നേരത്തെ പോലും വന്ന 3 പേർക്ക് ഇപ്പം എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വന്ന പോലെ പിള്ളേർ റെസ്ക്യൂ പ്രവർത്തനമായിരുന്നു. കലക്കവെള്ളത്തിലും വന്ന സ്റ്റൈൽ മച്ചുള്ള സംഭവമായിരുന്നു. നാട്ടിലേക്ക് പിള്ളേർ പോയി. ഇപ്പം അപ്പോൾ അവിടുന്ന് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ വണ്ടിയെടുത്ത് വന്നു. വണ്ടിയെടുത്ത് രാത്രി തന്നെ വെളുപ്പിന് 5 മണിക്കോടുകൂടി നന്മക്കൂട്ടവും ടീം എമർജൻസി എന്ന് പറഞ്ഞ 2 ടീമും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ സഹായിക്കുന്നവരുണ്ട്. അവർ തന്നെ ഞങ്ങൾക്ക് ഫണ്ട് റെഡിയാക്കി തന്ന പെട്ടെന്ന് നോക്കോളാൻ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. വരുമ്പോൾ ഇവിടെ ഓടി എത്താൻ പാടായിരുന്നു. റോഡിൽ കൂടെ മൊത്തം വെള്ളമായിരുന്നു, റോഡിൽ കൂടെ എല്ലാം. വരുന്ന സമയത്ത് വെള്ളം കയറുന്ന ഇടത്തുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് രക്ഷപ്പെടുത്തിയാണ് ഇവിടെ വന്നത്. പിന്നെ വന്ന് കയറി ഉടനെ മോർച്ചറിയിലേക്കാണ് വന്നത്. മോർച്ചറി വന്ന് കാണുമ്പോൾ 109ഓളം ബോഡിയാണ് ഇവിടെ വന്നെത്തിയത്. ബോഡി വന്നെത്തിയപ്പോൾ ആദ്യമൊക്കെ കുറേ പേരെയൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ മൃതദേഹങ്ങൾ, ശരീരം, തലയും കാലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒക്കെ വരെ ഞങ്ങൾ ഈ നാൾ വരെ ഇത് കൂട്ടൊരു ദുരന്തത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ നല്ല സെർച്ചിങ് ആണ് ഞങ്ങൾക്ക്, നല്ല രീതിയിൽ. ഞങ്ങൾ ഒരു കലുങ്കിനടിയിലൊക്കെ ഒരു വീഡിയോ കണ്ടു, ഒരു കലുങ്കിനടിയിലൊക്കെ തിരയുന്ന സ്ഥലം. ആ ഏരിയയിൽ നമ്മളല്ലായിരുന്നു. നമ്മൾ ഈ താഴെ വനത്തിലും പിന്നെ അപകടം നടന്ന സ്ഥലത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ വേറെ റെസ്ക്യൂ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ആ സഹായ സന്നദ്ധ തുടരുക തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് മടങ്ങുന്നുണ്ടോ? ഈരാറ്റുപേട്ടക്കാരാണ്. ഈരാറ്റുപേട്ടയ്ക്ക് കോട്ടയം ജില്ല ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വന്നത്. ഇപ്പം തന്നെ ഞങ്ങളിവിടെ നിന്ന് മടങ്ങാൻ നിൽക്കുകയാണ്. 7 ദിവസമായിട്ട് ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും മടുത്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. മാത്രമല്ല അവരുടെ കൂട്ടത്തിലുള്ള ഒരു 3 പേർക്ക് എലിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ നേരത്തെ മടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് രക്ഷാപ്രവർത്തനം നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കാണുകയാണ്. ഇങ്ങനെ പല നാടുകളിൽ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്ന ആളുകൾ നമ്മളവിടെ കണ്ടു. അങ്ങനെ പല നാടുകളിൽ നിന്നും ഓടിയെത്തി ഈ ദിവസങ്ങൾ അത്രയും ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാതെ, ഒരു ലാഭേച്ഛയും ഇല്ലാതെ, ഏതെങ്കിലും തരത്തിൽ വാർത്ത വരണമെന്നോ ക്രെഡിറ്റ് വേണമെന്നോ ആഗ്രഹിക്കാത്ത 100 മനുഷ്യരെ നമ്മൾ അവിടെ കണ്ടു. അത് മാത്രമാണ് ദുരന്തഭൂമിയിൽ ഏതെങ്കിലും തരത്തിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒന്ന് വന്നിങ്ങോട്ട് തോന്നുന്നു. അവിടെ ചൂരൽമല ആയിരുന്നല്ലേ വീട് പോയി? എൻ്റെ ഉമ്മയും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അവരുടെ മക്കളൊക്കെ ചൂരൽമല. എൻ്റെ മൊത്തം എൻ്റെ ഫുൾ ഫാമിലി മുണ്ടക്കൈയിലാണ്. ഞാൻ താമസിക്കുന്നത് പൊഴുതനെയാണ്. ഞാൻ താമസിക്കുന്നത് പറഞ്ഞാൽ സാറേ, ഞാൻ പിന്നെ മഴ ഭയങ്കര ശക്തമായപ്പോൾ ആ തലേ ദിവസം തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. എൻ്റെ പെങ്ങന്മാരെ ഞങ്ങൾ ഇവിടെ മേപ്പാടി ഒരു വീട് സെറ്റാക്കി അങ്ങോട്ട് വിളിച്ച്.
പക്ഷേ അവർ പറഞ്ഞു ഇന്നിത്തിരി മഴ കുറവുണ്ട്, ഞങ്ങൾ നാളെ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഒന്നും അവിടുന്ന് മാറി താമസിക്കണം എന്നൊന്നും ആരും പറഞ്ഞില്ല. ചൂരമല ടൗണിലാണ് അവർ താമസിക്കുന്നത്. പക്ഷേ കാലങ്ങളായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഉമ്മക്ക് ഒരുപാട് കാലം എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് ഇന്നും ഒരു വീട് വെക്കാൻ ഉമ്മാക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും വാടകയ്ക്കാണ്. എൻ്റെ ഏട്ടൻ വിദേശത്താണെങ്കിലും വലിയ ശമ്പളമൊന്നും ഇല്ലാത്ത പണിയാണ് ഉള്ളത്. പക്ഷേ എൻ്റെ ഏട്ടൻ 3 വർഷമായി ഇപ്പോൾ വന്ന് പോയിട്ട് ഇപ്പോൾ ലീവിന് അടുത്ത ആഴ്ച വരാറിന് നിൽക്കുക. പക്ഷേ എൻ്റെ ഏട്ടൻ ശരിക്കും ഭ്രാന്തനെ പോലെ നടക്കണം. സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട്, എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ട്, എൻ്റെ എളാപ്പാരും നഷ്ടപ്പെട്ട്, എൻ്റെ 2 പെങ്ങന്മാർ മരിച്ചുപോയി, പിന്നെ അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ 2 മക്കൾ, പിന്നെ എൻ്റെ എളാപ്പാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ പേരക്കുട്ടികൾ, അവരുടെ മരുമക്കൾ, ഒരു 20-30 മേലെ ഞങ്ങളെ കുടുംബത്തിലെ ആളുകൾ മരിച്ച് ഈ ദുരന്തത്തിൽ. ഇപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ഞങ്ങൾക്ക് കുറേ സ്വത്തും കുറേ ഡ്രസ്സും ഒന്നും തന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോയി, ഞങ്ങളെ കൂട്ടുകാർ എല്ലാവരും ആ നാട്ടിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു ഇടമില്ല, പോയി നിൽക്കാനും ഒരു ഇടമില്ല. ഇപ്പോൾ ഞാൻ വരുന്നത് ക്യാമ്പിൽ നിന്നാണ്. ഈ ക്യാമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ എന്നോട് കരഞ്ഞു പറയാം, ഇതിൽ വേണ്ടപ്പെട്ടവർക്ക്, കുടുംബങ്ങളില്ലവർക്ക് ഒക്കെ പലയിടത്തും ഈ ക്യാമ്പ് ഒഴിവാക്കിയാൽ പോവാം, ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ന്യൂസിൽ പറയുകയാണ്, ഇതൊക്കെയാണ് പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ വാടകയ്ക്ക്? ഇപ്പം തന്നെ ഓരോ വീടുകളൊക്കെ അന്വേഷിക്കുമ്പോൾ 12,000 10,000 ഒക്കെയാണ് ഒരു ചെറിയ വീട്, 2 റൂം 1 റൂമൊക്കെ അല്ലേ വീടുകൾക്ക് പറയുന്നത്. കാരണം എല്ലാവരും ഇവിടെയും കൂടുതലല്ലാതെ ഇനി അങ്ങോട്ട് പോകാൻ ഒരിക്കലും പറ്റൂല. അതാണ് സർക്കാർ നിങ്ങൾക്ക് ഇവിടെ വാടക വീട് നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വാടക വീട് നോക്കുന്നുണ്ട് പറയുന്നത് സാറേ. കഴിഞ്ഞ പ്രാവശ്യം ഈ 2018 പുത്തുമല ദുരന്തത്തിൽ തന്നെ പറയുന്നത് പല ആളുകൾക്കും വാടക കൊടുക്കാൻ 1 മാസത്തെ വാടക കൊടുത്ത് പിന്നെ കൊടുത്തില്ല എന്നാണ്. അപ്പോൾ ഇതുപോലെ ഈ ആളുകൾ പോയിട്ട് ഈ മറ്റുള്ളവർ വാടക വീട്ടിൽ നിന്നിട്ട് അവർക്ക് നമ്മൾ വാടക കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോയാൽ എങ്ങോട്ട് പോകും? ഇപ്പം നമുക്കൊക്കെ അറിയാം, ഈ സ്കൂളുകൾ കാലാകാലങ്ങളായിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മളെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തിയ മക്കളാണ്. എൻ്റെ മോള് ഡിഗ്രിക്ക് ഒരാൾ പഠിക്കുന്നുണ്ട് WMOയിൽ, ഒരു മോള് SKMJയിൽ, 2 ആൾ ഫുൾ A+ വാങ്ങി ജയിച്ച മക്കളാണ്. പക്ഷേ എനിക്ക് ലൈഫിലൊരു വീട് കിട്ടി, അതിൽ കുറച്ച് പൈസ ഈ 400, ഞാൻ എസ്റ്റേറ്റ് ജോലിക്കാരനാണ് HML കമ്പനിയിൽ. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ മിച്ചം വെച്ച് ഓരോ കുറികളും കൂടി അവർക്കൊരു 800 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയിരുന്നു. എൻ്റെ ഉമ്മാക്കൊരാഗ്രഹം എൻ്റെ വീട്ടിൽ കയറി കൂടണമെന്ന്. പക്ഷേ എൻ്റെ ഉമ്മാക്ക് എനിക്ക് ആ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആ വീട് ഇനിയും തേപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതിലേക്ക് എൻ്റെ ഉമ്മാനൊന്ന് ഫസ്റ്റ് കയറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അതിനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഏട്ടൻ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഭ്രാന്തനെ പോലെ. ഗൾഫിൽ നിന്ന് നേരെ വന്നിട്ട് ലീവ് അടുത്ത ആഴ്ച വരാൻ നിന്ന ആൾ അതിൻ്റെ മുന്നേ വരേണ്ടി വന്ന് ഈ ഒരു ദുരന്തം കാരണം. പക്ഷേ അവൻ വന്നിട്ട് പിന്നെ നേരെ പോയിക്കുന്നത് ചൂരൽമലയ്ക്ക. അവിടെ പുള്ളി പോയിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പുള്ളിക്ക് സമനിലാകെ തെറ്റി. പുള്ളി പോയിട്ട് അവിടെ പോയിട്ട് JCBക്കാർക്ക് പൈസ കൊടുത്തിക്കാത്രേ. എന്തിന് ഇത്? അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാ പൈസ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിന് വന്ന തന്നെ, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ പറയും. അവിടെ പോയിട്ട് 3 സ്ഥലത്ത് അവൻ മാന്തിച്ച്. അതിലൊന്നും അവരൊക്കെ ഭാര്യനെ പോലും ഉമ്മാനെ കാണാതെ പുള്ളി പിന്നെ ആ കിടങ്ങിലിറങ്ങി പെടഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് മിലിറ്ററിൻ്റെ ഏതോ വണ്ടിയിൽ അവരെല്ലാവരും അവിടെ കൂടി വിംസിൽ കൊടുന്നാക്കിയേക്കുക. ഇന്നും സമനില തെറ്റി നടക്കുക. ക്യാമ്പിൽ നിർത്താതെ ഞാൻ പല വീടുകളിലായിട്ട് പുള്ളീനെ നിർത്തിയേക്കുക. ഞങ്ങൾക്ക് വേറൊരു ഇടമല്ല. ഇപ്പോഴും അവർ താമസിക്കുന്ന വാടക വീട്ടില്ല. വേറൊരു വീട്, എൻ്റെ വീട് പൂർത്തിയാക്കണം, എനിക്ക് അവിടെ കൊണ്ടുപോകാം. ഞാനിപ്പോൾ താമസിക്കുന്നത് ലയത്തിലാണ്. അപ്പോൾ എനിക്ക് അവിടെ കൊണ്ടുപോയി ആകെ ഒരു റൂമാണ് ഞങ്ങൾക്കില്ല. അതിൽ എവിടെ കൊണ്ടുപോയി നിർത്തും? ഇതൊക്കെയാണ്. ഇത് ഈ കട മാത്രമല്ല, നമ്മൾ എത്ര ഇതുപോലുള്ള 100 വേദനകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയാണ്. ചെയ്യേണ്ടത് സർക്കാർ അടിയന്തരമായി വേദനകൾ ഇടപെടുക എന്നുള്ളതാണ്. അതിന് കാലതാമസം വരുത്താതെ അവർക്ക് കയറി കിടക്കാനുള്ള ഏറ്റവും ശക്തമായ, ഏറ്റവും സ്പേഷ്യസ് ആയ ഒരു താമസ സൗകര്യം എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ, അതിൻ്റെ ഈ ടൗൺഷിപ്പ് പോലുള്ള പദ്ധതികൾ അധികം വൈകാതെ അതിൻ്റെ ചർച്ചകളിലേക്കും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വളരെ പെട്ടെന്ന് കടക്കുക എന്നുള്ളതാണ് അവർ വേദനയ്ക്കുള്ള പരിഹാരം. നമ്മൾ ഡോക്ടർമാർ തുടരുന്നു. ഡോക്ടർ, ഇവിടെ ഇവർ പറയുന്നുണ്ട് വലിയ വേദന എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ വലിയ ട്രോമയിലുമാണ്. അപ്പോൾ അവർ ആ വേദനാകാലം എങ്ങനെയാണ് അവർക്ക് അതിജീവിക്കാൻ കഴിയുക ഡോക്ടർ? ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഏകദേശം ഒരു 250ഓളം രോഗികൾ അന്ന് ദിവസം തന്നെ വന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ രോഗി നമുക്ക് ഡോക്ടർ മൂവ്മെൻറ്റ്സ് മെഡിക്കൽ കോളേജിൽ വരുന്നത് രാവിലെ 3:30 മണിയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഞാനടക്കമുള്ള മെഡിക്കൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട്, ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമാണ്. എപ്പോഴൊക്കെയാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഞങ്ങൾക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഉന്നത മാനേജ്മെൻറ്റുമായിട്ടുള്ള ഞങ്ങളുടെ ചെയർമാൻ അടക്കമുള്ള ഡോക്ടർ ആസാദ് മൂപ്പനും ബഷീർ സാറിനും ആ ഒരു ഫ്രീഡം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, ഡിസിഷൻ മേക്കേഴ്സിനും അന്ന് തന്നു എന്നുള്ളതാണ്
എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു പക്ഷേ ഈ ഇപ്പോൾ ഷാനവാസ് പറഞ്ഞതുപോലെ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മകളുടെ ഉദാഹരണം. എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പം 35 വർഷത്തെ മെഡിക്കൽ അധ്യാപന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പോലും കണ്ടതിലൊക്കെ എത്രയോ മടങ്ങ് കാഷ്വാലിറ്റികളാണ്. ഏകദേശം ഒന്നിനു പുറകെ ഒന്നായി വരുന്ന അർത്ഥപ്രാണരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരെ എങ്ങനെയാണിത് ഹാൻഡിൽ ചെയ്യേണ്ടത്? പക്ഷേ വളരെ വളരെ എന്താ പറയുക, അത്ഭുതകരമെന്ന് പറയട്ടെ, എല്ലാവരും വളരെ ചിട്ടയോടുകൂടി രോഗികൾ വന്നു കഴിഞ്ഞാൽ ചെളി കഴുകുക, അതിനുശേഷം ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ വെച്ച് ഒരു അസസ്മെൻറ്റ് നടത്തുക, അതിനുശേഷം പ്രയോറിറ്റി നമ്പർ 2 കൊണ്ടുപോവുക. അവിടെ എല്ലാ കൺസൾട്ടൻസും, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആരെയും വിളിക്കേണ്ടി വന്നിട്ടില്ല. ഏകദേശം 4 സർജൻസ്, ഒരു പ്ലാസ്റ്റിക് സർജന്, ന്യൂറോ സർജന്, അങ്ങനെയുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും വന്ന് അവിടെ അത്യാഹിത വിഭാഗത്തിൽ തന്നെ അവർ പ്രയോറിറ്റൈസ് ചെയ്ത് 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ അപ്പം തന്നെ നമ്മൾ സജ്ജമാക്കി. അതിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്താ പറയുക, വളരെ ഒരു ചലിക്കുന്ന ചക്രം പോലെ നമ്മൾ പ്രവർത്തിച്ചു. അതാണ് ആ സമയത്ത് എനിക്കൊന്ന് ദുരന്തമുഖത്ത് നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ, അതിനു മുകളിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽ. എനിക്ക് തോന്നുന്നു ഈ രോഗികളെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടവരെ ചികിത്സിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഒരു തലമുറ ഡോക്ടർമാരുണ്ട്. അവരെ എങ്ങനെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ എങ്ങനെയാണ് അതിന് സജ്ജമാക്കേണ്ടതെന്നുള്ളതിന് നമ്മൾ അവസാന വർഷ വിദ്യാർത്ഥികളെ ഒരു പ്രാവശ്യം ഒരാളെ വിളിച്ചതേ ഉള്ളൂ. അവർ ഒരു പറ്റമായിട്ട് ഏകദേശം 120ഓളം കുട്ടികൾ വന്നു. അവരെ നമ്മൾ പല സ്ഥലത്ത് വാർഡിൽ അവരെ ഡിപ്ലോയ് ചെയ്തു. കുറേ പേര് കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു, കുറച്ച് പേര് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, കുറേ പേര് ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ സമയത്ത് ചെയ്തത്. പക്ഷേ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഈ അപകടത്തിൽപ്പെട്ട ഒരു 90% ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ മെഡിക്കൽ ഭാഷയിൽ പറയുവാണെങ്കിൽ സ്റ്റേജ് ഓഫ് ഡിനയൽ എന്ന് പറയും. അതായത് ഉപബോധ മനസ്സിൽ ഇതൊന്നും അംഗീകരിക്കാൻ മേലാത്തൊരവസ്ഥ. എനിക്കിതൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കിതൊന്നും ആവിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ ദുരന്തത്തിനെ മറ്റൊരാളായിട്ട് കാണുന്ന ഒരവസ്ഥയുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കുറേശ്ശെ നമ്മൾ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറും. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇടപെടൽ, വളരെ സാർത്ഥകമായിട്ടുള്ള ഇടപെടൽ നമുക്ക് ആവശ്യം വരുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ആക്ഷൻ പ്ലാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് സൈക്കാട്രി വിഭാഗമുണ്ട്, അവിടെ 4 കൺസൾട്ടൻറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കൺസൾട്ടൻസ് ഉണ്ട്, അതുകൂടാതെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അതിനു പുറമെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അതുകൂടാതെ ഇപ്പം നമുക്ക് ഏകദേശം 123ഓളം ഹൗസ് സർജൻസ്, അതായത് ഇപ്പം MBBS കഴിഞ്ഞ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവരെല്ലാം അടങ്ങുന്ന ഒരു ടീമിനെ നമ്മൾ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ക്യാമ്പുകളിൽ വെച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ മാനസികമായിട്ടുള്ള ഒരു പുനരധിവാസം, ശാരീരികമായിട്ടും ഒരു വീട്ടിലെ ഒരാൾ മാത്രം ബാക്കി എല്ലാവരും നഷ്ടമായി എന്ന് പറയുന്നത് ശൂന്യതയാണ്. ആ ഒരു യാഥാർത്ഥ്യം കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവും. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ താങ്ങായിട്ടും തണലായിട്ടും നമ്മുടെ സമൂഹം, മനുഷ്യ സമൂഹം മുഴുവനായിട്ട് വേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ എത്രത്തോളം സജ്ജമാകാമോ അത്രത്തോളം സജ്ജമാകുന്നുണ്ട്. വിദ്യാർത്ഥികളും, ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ ഏകദേശം ഇപ്പം എന്നോട് പോലും ചോദിക്കാതെ തന്നെ അവർ സ്വയമായിട്ടൊരു 8 ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാനിത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അത് കൊടുക്കുകയാണ്. പിന്നെ കുട്ടികൾ തന്നെ ഭക്ഷണങ്ങൾ കളക്ട് ചെയ്യുക, തുണികൾ കളക്ട് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ഒരു പ്രതീക്ഷയുടെ വരും തലമുറ ഡോക്ടർമാരെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഒരു ഇതാണ് നമ്മളൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ആവണം എന്നുള്ളതുകൊണ്ട്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇനിയും ദുരന്തമുണ്ടാകുമ്പോൾ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, ഈ കൈകോർത്തില്ലാതെ ഉള്ള ഇതില്ലാതെ നമുക്കിങ്ങനെ ഒരു സിസ്റ്റത്തിന് ഇത്ര പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മൾ കണ്ടു. ഒരുപാട് നന്മകളുടെ ചേർത്തുപിടിക്കൽ ഈ ദിവസം നമ്മൾ കാണുന്നുണ്ട്. ആ ചേർത്തുപിടിക്കൽ ഇനി കാലങ്ങളോളം തുടരണം എന്നുള്ളതാണ്. പൾസിലെ സലീം എവിടെ? സലീമക്ക വന്നു. സലീമക്ക പൾസ് പറഞ്ഞ സലീമക്ക കണ്ടില്ല? അവിടെയാണ്. എപ്പോഴാണ്? അന്ന് തന്നെ വന്നായിരുന്നല്ലേ? ഞങ്ങൾ പിന്നെ ഏകദേശം ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്, യൂത്ത് ലീഗിൻ്റെ ഒരു ലീഗ് ജില്ലാ സെക്രട്ടറി ഷിയാബാണ് എന്നെ ഫസ്റ്റ് വിളിക്കുക, മുണ്ടക്കായ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അറിയിച്ചു. അങ്ങനെ ഞങ്ങളുടെ ടീമുണ്ട്, കാരുണ്യ റെസ്ക്യൂ ടീം ചൂരമല, ഞങ്ങളൊപ്പം പ്രവർത്തിക്കുന്ന. അവരെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു മുണ്ടക്കായ ഉരുൾ പൊട്ടിയിരിക്കണമെന്ന്. അങ്ങനെ 1.5 മണിക്ക് ഉരുൾ പൊട്ടി 1:45-2 മണിൻ്റെ ഉള്ളിൽ ഞങ്ങളവിടെത്തി. ഞങ്ങൾ ചൂരന്മല ടൗണിൽ, ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്, അവിടെയാണ് വർക്ക് നടക്കുന്നത്. തലേന്ന് ഞങ്ങൾ പോയ ചൂരന്മല അല്ല, നമ്മളവിടെ പോയപ്പോൾ കണ്ടത് ഭീകരമായ അന്തരീക്ഷം, ലൈറ്റില്ല, കറണ്ടില്ല, ഒന്നുമില്ല, കുറച്ച് ടോർച്ചുകൾ മാത്രം, ഫോറസ്റ്റിൻ്റെ കയ്യിൽ കുറച്ച് ടോർച്ച്. അങ്ങനെയാണ് കുറച്ചപ്പുറത്തുനിന്ന് ഒരു നിലവിളി, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്
ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ ഒരു മൂച്ചിക്കുണ്ട് പറഞ്ഞ സംഭവമുണ്ട്. ആ മൂച്ചിക്കുണ്ടിൻ്റെ അടുത്തൊരു പിലാവിൻ്റെ മുകളിൽ എൻ്റെ കുടുംബക്കാരായ എൻ്റെ അനിയൻ്റെ ഭാര്യ തൂങ്ങിയിരിക്കുക, ജീവനോട് തൂങ്ങിക്കുക. അവരെ ഞങ്ങൾ പോയി രക്ഷപ്പെടുത്തി. ഞങ്ങളെ കണ്ട പറഞ്ഞ് ഞങ്ങൾ മേത്തേക്ക് ചാടി, എൻ്റെ സുഹൃത്തിൻ്റെ മേത്തേക്ക് ചാടി ഇപ്പുറം കൊണ്ട് വന്ന് ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പൊട്ടി. രണ്ടാമത്തെ പൊട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സമയ സൗണ്ട്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിന് ആദ്യമായിട്ട് നല്ല സൗണ്ടിൽ വലിയ വലിയ പാറകൾ ഉരുണ്ട് വന്ന് അത് പൊട്ടുന്നൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ആ സമയത്ത് ഞങ്ങളെല്ലാവരും തിരിച്ചങ്ങോട്ട് തിരിച്ചോടി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ട സ്കൂൾ റോഡൊക്കെ ഒലിച്ചു പോയി. കാരണം ഒരു കാരണവശാലും സ്കൂളിൻ്റെ ആ പരിസരത്തേക്ക് ഈ പൊട്ടുന്നത് എത്താൻ ചാൻസ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് സ്കൂളിലേക്ക് കുറച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തിയതും. അതിൻ്റെ ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് ആ കാപ്പിക്കാട്ടിൻ്റെ മേലെ കൂടെ കയറിയിട്ട് നോക്കുമ്പോൾ കാപ്പിക്കാട്ടിൽ മൊത്തം ജനങ്ങൾ ഓരോ സ്ഥലത്ത് തങ്ങി നിൽക്കുക. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഇപ്പുറം കടക്കാൻ ശ്രമിച്ചതിന് ശേഷം നമ്മളെ സുഹൃത്തുണ്ട് മനസ്സൂർ, നേരത്തെ ഇവിടെ സംസാരിച്ചില്ലേ, റിയൽ പിന്നെ റിസോർട്ടിൻ്റെ മൂപ്പർ അനുജനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാലിമേ ഞങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിക്കെടുക്കുകയാണ്, ഒന്ന് പെട്ടെന്ന് എത്തണമെന്ന്. ആ സമയം ഏകദേശം 5 മണിയാണ്. നമുക്ക് വെളിച്ചം വെക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, നല്ല സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇപ്പുറം ടോർച്ച് അടിക്കുന്നുണ്ട്, ആ വെളിച്ചം കണ്ട് നിൽക്കുക, വെളിച്ചം വെച്ചാൽ ഞങ്ങൾക്ക് കഴിയുന്നത് രൂപത്തിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. നമ്മുടെ കാരുണ്യ റെസ്ക്യൂമിൽ ബാവൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ ഒഴുകി പോകുമ്പോൾ കയ്യിലുള്ള ടോർച്ച് പൊക്കി പിടിച്ച് രക്ഷിക്കണമെന്ന് കാണിക്കുന്നു. വലിയ ഒരുപാട് ജീപ്പുകൾ, ഒരുപാട് വണ്ടികൾ ഒഴുകി പോകുന്നത് നമ്മൾ നിന്ന് നോക്കി നിൽക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചളിയാണ് താന്ന്. കാരണം പുത്തുമല ദുരന്തത്തിലും നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചത്. ഈ ബോഡികൾ റിക്കവർ ചെയ്യാൻ മാസങ്ങളോളം കഴിഞ്ഞിട്ടും ബോഡി റിക്കവർ ചെയ്ത ആൾക്കാരെ ഞങ്ങൾ ഇന്നലെ നമ്മളെ സെൻട്രൽ റൈസാൽ ഇന്ന് മിലിറ്ററി ഇറങ്ങിയില്ലേ, അതിലെ പിന്നെ 3.5-4 കിലോമീറ്റർ താണ്ടി താഴേക്ക് ഇറങ്ങി നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ പോയിട്ട് 2 ബോഡി എടുത്ത് നമ്മളെ സുർജിത്ത് പൈക്കാൻ്റെ റിപ്പോർട്ട് ഞാൻ വിട്ടുകൊടുത്തിരുന്നു. പിന്നെ അതിൻ്റെ തലേ ദിവസം നമുക്ക് ചൊവ്വാഴ്ചയുള്ള ഇൻസിഡൻറ്റ് സംഭവിച്ചത്. തിങ്കളാഴ്ച സുർജിത്ത് പൈ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാലിമ ഞാൻ ചൂരന്മല ഉണ്ട്, ഒന്ന് വരുമോ വെച്ച്. ഞാൻ വൈത്തിരിയായിരുന്നു, വൈത്തിരി ഷോപ്പിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒരാളെ ഏൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ബാവുഖാൻ ഏൽപ്പിച്ച് കൊടുത്ത് അവിടുത്തെ ആ പ്രശ്നങ്ങൾ സത്യത്തിൽ തിങ്കളാഴ്ച തന്നെ ഇത് പൊട്ടിയിരിക്കണം. എല്ലാവരും ഉദ്ദേശിച്ചത് അവിടുന്ന് മണ്ണിടിഞ്ഞ് കലങ്ങി വരികയാണ്. പുത്തുമലയിൽ ഇതേ സംഭവം ഉണ്ടായത്. പുത്തുമല പൊട്ടുന്നതിൻ്റെ തലേന്ന് ഒരു സൂചന എന്ന രീതിക്ക് ചെറിയൊരു പൊട്ടിക്കണം. അങ്ങനെയാണ് പുത്തുമല ഒരുപാട് ആൾക്കാരെ മാറ്റാൻ സാധിച്ചത്. ഇവിടെ നമുക്ക് മാറ്റാൻ സാധിച്ചില്ല. അതിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് സംഭവിച്ചത്. എൻ്റെ കൂടെ ശനിയാഴ്ച ജോലി കഴിഞ്ഞ് കൂലി മേടിച്ച ഒരാൾ ഇന്നും ആ ബോഡി കിട്ടിയില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. അതുപോലെ ഞങ്ങളെ കാരുണ്യ റെസ്ക്യൂ ടീമിൽ പ്രവർത്തിക്കുന്ന നസീർക്ക, ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി തിരിച്ചറിയുകയും ഞങ്ങൾ കബറടക്കുകയും ചെയ്തു. ഒരുപാട് ഇപ്പോഴും മനസ്സിൽ നിന്ന് അതിൻ്റെ സങ്കടങ്ങൾ മാറുന്നില്ല, ഒരുപാട് പ്രയാസത്തിലാണ്. കാരണം ഇനിയും ഈ ടൗൺഷിപ്പ് എന്ന സംവിധാനം വരികയാണെങ്കിൽ പുത്തുമലത്തെ ആ ടൗൺഷിപ്പ് പോലെ ആവരുത്, ഇവരെല്ലാവരും ഒരുമിച്ച് ജീവിപ്പിക്കാനുള്ള ഒരു വേദി കണ്ടെത്തണം. അതാണ് സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെട്ടത്. ഇന്നും പുത്തുമലയിലെ വീടുകൾ ചോർന്നൊലിക്കുന്ന വീടുകളാണ്. അത് ഇന്നും ഒരു നിലയിലെത്താത്ത രീതിയിൽ, ഇന്നിപ്പോൾ പുത്തുമലേൻ്റെ വാർഷികം 8-ാം തീയതി വീണ്ടും വരികയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. ഈ പുത്തുമലയെ പറ്റി പറയുന്നതൊക്കെ വ്യാജ വാർത്തയാണെന്ന് പറയരുത്. പുത്തുമലയെ പറ്റി നന്നായി അറിയാവുന്ന ആൾക്കാരാണ്. പുത്തുമലയുടെ ഏറ്റവും അടുത്തടുത്ത പ്രദേശങ്ങളിലുള്ളവരാണ്. മാത്രമല്ല അവർ ദുരന്തമുഖത്ത് നിൽക്കുന്നവർ അവരുടെ അനുഭവങ്ങൾ, അവരുടെ മുന്നനുഭവങ്ങൾ വെച്ച് പറയുന്നതാണ്. അതിനെ കുറച്ച് ക്രിയേറ്റീവായി അല്ലെങ്കിൽ അതിനെ വിമർശനാത്മകമായി തന്നെ എടുക്കണം എന്ന് വേണ്ടവരോട് അപേക്ഷിക്കുകയാണ്. അവർ പറയുകയാണ് പുത്തുമലയുടെ അനുഭവം ഈ വിഷയത്തിൽ ഉണ്ടാവരുത് എന്ന് പറയുന്നതിന് വലിയ ഭാരമുണ്ട് ആ പ്രസ്താവന. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും നമ്മൾ വയനാടിൻ്റെ വേദനകൾ പങ്കുവെക്കുകയാണ്. വേദനകൾ പങ്കുവെക്കുന്നത് മുന്നോട്ടുള്ള വയനാടിൻ്റെ കരുത്തോടെയുള്ള കുതിപ്പിന് ആ വേദനകൾ പങ്കുവെച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അടിത്തറയാവുന്നത് ഇവരുടെ അനുഭവങ്ങൾ തന്നെ. അതുകൊണ്ടാണ് പിന്നെയും അത് പറഞ്ഞു. ഡോക്ടർ പോൾ ഒന്ന് വരും ഡോക്ടറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികൾക്കിടയിലൊക്കെ ഭയങ്കര ആകെ പകപ്പും ആശങ്കയും കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാമല്ലോ. മാത്രമല്ല ഇപ്പോൾ ക്യാമ്പുകളിൽ അവർ കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അത്രയും അറിയില്ല. പക്ഷേ ക്യാമ്പുകൾ നല്ല വീടുകളിലൊക്കെ പോയി ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് വരുന്ന ആളുകളിൽ അതിപ്രധാനമാകും, ഡീൻ പറഞ്ഞ പോലെ. ഏതൊരു ഡിസാസ്റ്ററിൽ നമ്മൾ 3 ഫേസ് ആയിട്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നത്. ആദ്യത്തെ ഫേസ് ശാരീരികവും മാനസികമായിട്ടെല്ലാം തകർന്നു പോയവരെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ള ഫേസ്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഫേസാണ് റിക്കവറി. അപ്പോൾ ഈ റിക്കവറിയിലാണ് ഈ ഫേസ് വരുന്നത്. ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ പറ്റിയവരും മാനസികമായിട്ട് തകർന്നു പോയവരുടെയും റിക്കവറി, അവരെ പൂർവാധികം വേഗത്തിൽ അവരുടെ നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഫേസിനാണത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളവർ ചെറിയ കുട്ടികളാണ്, അത് പിഞ്ചു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുക. ഇത് ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ ഒരു ആഘാതം അവർക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടില്ല. പലവർക്കും മാതാപിതാക്കളില്ല, ഉറ്റവരില്ല, കൂട്ടുകാരില്ല, കളിക്കൂട്ടുകാരില്ല. അപ്പം ഇവരെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവരുടെ ഒരു സ്റ്റേജ് ഓഫ് ഡിനയൽ, അത് ഡീൻ പറഞ്ഞ പോലെ സ്റ്റേജ് ഓഫ് ഡിനയലിൽ നിന്നും അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ളൊരു സ്റ്റെപ്പ്, അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. അതാണ് റീബിൽഡിംഗ് എന്ന് പറഞ്ഞ ഫേസ്. ഈ ഡിസാസ്റ്റർ റെസ്ക്യൂ ഒക്കെ ആഴ്ചകൾക്കുള്ളിൽ കഴിയും, പക്ഷേ റീബിൽഡിംഗ് എന്ന ഫേസ് വർഷങ്ങളെടുക്കും. അപ്പോൾ ആ ഫേസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഡിസാസ്റ്റർ റിക്കവറി അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഏകദേശം
വളരെ കുറച്ച് ആൾക്കാരുടെ സഹായം മതി. പക്ഷേ റീബിൽഡിംഗ് പറഞ്ഞ ഫേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ, കേരളം മൊത്തമുള്ള ആൾക്കാരുടെ സഹായം ചിലപ്പോൾ വേണ്ടി വരും. ഈ എല്ലാം നഷ്ടപ്പെട്ടു പോയ കുട്ടികളെയും, എല്ലാം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെയും, കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെ എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ റീബിൽഡിംഗ് ഫേസിലാണ് കേരളം കൈകോർക്കേണ്ടത്. അപ്പോൾ എന്തായാലും അത് കേരളം അപ്പോൾ കൂടുതൽ കൈകോർക്കേണ്ടി വരും. കാര്യം അത്രത്തോളം ഇതൊരു കവളപ്പാറയോ പുത്തുമലോ ഒന്നുമല്ല. ഒരുപക്ഷെ വാർത്തകൾ കൂടി അതിൻ്റെ ഭീകരത എത്രത്തോളം പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്നും അറിയില്ല. ഇവിടെ നേരിട്ട് കണ്ടാൽ നമ്മൾ വാർത്തയിൽ കാണുന്നതിനേക്കാൾ കേൾക്കുന്നതിനേക്കാളൊക്കെ അതിൻ്റെ 10,000 ഇരട്ടി പ്രഹരമാണ്. അപ്പോൾ ആ റീബിൽഡിങ്ങിൽ കേരളം ഉറപ്പായും കൈകോർക്കേണ്ടി വരും. കൈകോർക്കും. നമ്മുടെ പൂർവ്വകാല ചരിത്രം അത് തന്നെയാണ്. ചൂരൽമലയായിരുന്നു, മുണ്ടക്കയിലും വീടുണ്ട്. നമ്മളത് മാത്രമാണ് അവിടെ ഒരു ഭാഗികമായിട്ടും തകരാത്തൊരു വീടുള്ളത്. ഇത് ലൈവായി കണ്ടുകൊണ്ട് ജീവമരണ പോരാട്ടത്തിലൂടെ വിജയിച്ച് വന്നവരാണ്. അത് 12:30 ഞാൻ ഉണർന്നു. അതിഭയങ്കരമായ മഴ. അപ്പോൾ എന്താണെന്നറിയാഞ്ഞിട്ട് കർട്ടൻ ഇങ്ങനെ താത്തി നോക്കി. അപ്പോൾ കണ്ണ് കാണുന്നില്ല, അത്ര ഇരുടാൻ. കരണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ പേടിയായി. കരണ്ട് പോയപ്പോൾ പേടിയായി. എന്താ സംഭവിക്കാൻ പോകുന്നത്? അത്ര ഭയങ്കര മഴയായിരുന്നു. അതിൽ മുണ്ടാതെ കിടക്കുക. താത്താനൊന്നും വിളിച്ചില്ല. അപ്പോൾ അടുത്ത റൂമിൽ നിന്ന് മോനെ എണീച്ച് വന്നിട്ട് പറഞ്ഞ് വേഗം എണീച്ചോളി, എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ മോനെ ചോദിച്ചാൽ എണീക്കി പറഞ്ഞു. അപ്പോൾ കുട്ടികൾ രണ്ടാളും പേടിച്ച് 16 വയസ്സായ മോളുണ്ട്, 11 വയസ്സായ മോളുണ്ട്. ഇവിടെയും പിടിച്ചിട്ട് ഉമ്മച്ചിയെ നമുക്ക് പോകാനിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അത് ഞങ്ങൾ എണീച്ചപ്പോൾ വീടിങ്ങനെ കുലുങ്ങുക. ജനലിൻ്റെ കുറ്റിയൊക്കെ തന്നെ തുറക്കുക. അതിൽ വാപ്പിയും ഉമ്മയുണ്ട്. കണ്ണ് കാണില്ല വാപ്പാക്ക്. 78 വയസ്സ് വാപ്പാക്കുണ്ട്, 70 വയസ്സ് ഉമ്മാക്കുണ്ട്. നമുക്ക് ഇറങ്ങി ഓടാമെന്നും പറഞ്ഞിട്ട് വാതിൽ തുറന്നപ്പോൾ ഒരു സ്മെല്ലും ഇങ്ങോട്ട് വന്നു. പൊട്ടിയ സ്മെല്ല്. അപ്പോൾ താത്ത എന്നോട് പറഞ്ഞ് എവിടെയാണ് പൊട്ടിയിരിക്കുന്നത്, ശരീരം നമ്മളിനി എന്താ ചെയ്യാന്ന് വെച്ച് ഇറങ്ങി ഓടുക പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും ഇറങ്ങി ഓടുന്ന മദ്രസിലേക്കാണ്. മദ്രസിന് നേരെ ഓപ്പോസിറ്റ് നമ്മളെ വീട്. ഇറങ്ങി നോക്കുമ്പോൾ മദ്രസിൽ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വാപ്പാനെ വലിച്ചോണ്ടപ്പോൾ നടക്കാൻ പറ്റില്ല, കണ്ണ് കാണാത്തതുകൊണ്ട്. മദ്രസിൽ പോയി നിന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് സംഭവിച്ചത്, എവിടെയാണ്, നമുക്ക് അറിയുന്നില്ല. ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന അമ്പലക്കുന്ന്, നമ്മൾ വീടിൻ്റെ പുറകു വശം അമ്പലക്കുന്ന. അപ്പോൾ അതാ പൊട്ടി വെച്ചിട്ട് നമ്മളിനി എങ്ങോട്ടാണ് ഓടുക ചോദിച്ചാൽ അമ്പലക്കുന്നല്ല, നമ്മളെ വീടിൻ്റെ പുറകു വശം. തൊട്ട അയൽവക്കത്തുള്ള ഒരു പറഞ്ഞ് നമ്മളെ കിണറുമില്ല, അടുക്കള ഭാഗവും ഇല്ലാന്ന്. വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പുറകത്ത് അവരും പറയും നമ്മളെ കിണറും അടുക്കള ഭാഗവും ഇല്ല, എല്ലാവരും പോയിക്കുന്നത്. അപ്പം തന്നെ പോയിട്ടുണ്ട്. ഫസ്റ്റത്തെ പൊട്ട് വരുന്നതാണ് നമ്മൾ വീടിന് കുലുക്ക സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജസ്റ്റ് 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് സംസുഖാൻ്റെ വീട്. സംസുഖാൻ്റെ ഒരു മണ്ണിൻ്റെ അടിയിലാണ്. റൂബിയാൻ്റെ വീട്ടിൽ 2 ആൾ മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. റൂബിയാൻ്റെ മോന് കരയുന്നുണ്ട് കാരണം. അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് ആദ്യം ശമിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ കൊണ്ടെത്താന്ന് ഞങ്ങൾ ക്ഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ പറഞ്ഞ ചെക്കന്മാർ കൂടെ വന്നപ്പോൾ നമ്മളൊന്ന് പോയി നോക്കട്ടെ, ആരൊക്കെ ഉള്ളത് ഒന്ന് പോയി നോക്കട്ടെ എന്ന് പോയപ്പോഴാണ് ഈ വീട്ടുകാരൊക്കെ മണ്ണിൻ്റെ അടിയിലാണ്. അതിൽ സിനാൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഇത്രയ്ക്ക് മണ്ണിൻ്റെ അടിയിൽ വല്ല കോൺക്രീറ്റ് ഉറപ്പിച്ച മാതിരി നിൽക്കുക. അവൻ്റെ അനിയൻ്റെ അപ്പുറത്ത് അവൻ്റെ ഉപ്പ വല്യപ്പ ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് കാണുന്നുണ്ടെന്ന് അവർക്ക്. വല്യപ്പാനും ചെറിയ മോനും കാണുന്നില്ല എന്ന്, മണ്ണിൻ്റെ അടിയിലാണ്. മറ്റോ 2 ആളും ഒന്ന് രക്ഷിക്കടാ എന്ന് പറഞ്ഞിട്ട് കെഞ്ചാന്ന്. വലിച്ചു നോക്കുമ്പോൾ വലിക്കാൻ പറ്റുന്നില്ല അവന്. അപ്പോൾ അവൻ്റെ ഉമ്മ ഇപ്പുറത്ത് തെറിച്ച് കിടക്കുന്നുണ്ടെന്ന്. ഇവിടെ ആകെ പൊളിഞ്ഞിട്ടുണ്ട് തലഭാഗം. അപ്പോൾ ഉമ്മനെ എടുത്തിട്ട് ഇപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് അടുത്ത പൊട്ട് വരുന്നത്. ഏകദേശം 1 മണി കഴിഞ്ഞ് 2 മണിയൊക്കെ ആവാൻ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് മദ്രസിനെ പിടിച്ച് കുലുക്കിയിട്ട് പൊട്ടുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല. ഒരു ഒച്ച, എന്തൊരു ഭയങ്കര ഒച്ച, അത് നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. അത് ആ ഭീകരത എന്താണെന്ന് വെച്ചാൽ ഭൂമി ഇങ്ങനെ കുലുങ്ങിയിട്ട് ഞങ്ങൾക്ക് വയസ്സായ വാപ്പിയും ഞങ്ങളെല്ലാവരും ഓടിക്കോളിയും പറയുന്നുണ്ട്. എങ്ങോട്ടാ ഓടുകയെന്ന് വെച്ച് നമുക്ക് എല്ലാവരും ഇറങ്ങി നമുക്ക് ഓടി ഞങ്ങൾ മേലൊക്കെ ഓടുന്നത്, ഈ അമ്പലക്കുന്നിലൊക്കെ ഓടുന്നത്. പെരുമഴ. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. മഴ പെയ്തിട്ടില്ല. ഓരോ തുള്ളിക്കും ഒരു 10-20 ലിറ്റർ വെള്ളത്തിൻ്റെ കനം. അത്രയും നമ്മൾ മേത്ത് വയ്ക്കുമ്പോൾ വേദന. കുടയൊന്നും എടുക്കാതെ ഞങ്ങൾ വാപ്പനെയും ഉമ്മനെയും വലിച്ച് ഞങ്ങൾ എല്ലാവരും ഓടി അമ്പലക്കുന്ന് കയറുമ്പോൾ പറഞ്ഞാൽ അമ്പലക്കുന്നിലേക്ക് കയറില്ല, അവിടെ സേഫല്ല, നമുക്ക് ട്രീവാലിൻ്റെ കുന്നുണ്ട്, അങ്ങോട്ട് കയറാന്നാണ്. അങ്ങോട്ട് വാപ്പനെയും കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം പൊട്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ വേക്കോട്ട് പോകുമ്പോൾ ഞങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ കരഞ്ഞ് ഞങ്ങൾ മക്കൾ 2 ആളും നമുക്ക് മരിക്കണ്ട അമ്മച്ചി, നമുക്ക് മരിക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഓടന്നെ എങ്ങോട്ടാ ഓടണം ഞങ്ങൾക്ക് അറിയുന്നില്ല. കുറേ അങ്ങോട്ടോടി കുറേ ഇങ്ങോട്ടോടി. അധികം വയസ്സന്മാരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായത്. അധികം വയസ്സന്മാർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ഞങ്ങൾ ബാക്കി വന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 5 മണി. 3ാമത്തെ പൊട്ടുന്നത് 4 മണിനോട് അടുപ്പിച്ച. അപ്പോൾ അപ്പൊക്കെ ഞങ്ങൾ വീട്ടുകാർ വിളിക്കുന്നുണ്ട്, എന്താണ് പൊട്ടിയത്, കേൾക്കുന്നുണ്ടല്ലോ, എന്താ അവസ്ഥ, പൊട്ടിക്കണം, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ രക്ഷിച്ചേ പറ്റുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കരയാണ്. എല്ലാവരും അപ്പൊക്കെ എവിടുന്നൊക്കെയോ കോളുകൾ വന്ന് പെട്ടെന്ന് എൻ്റെ ഫോണിൽ നമ്പർ എവിടേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിളിച്ചു. എല്ലാവരും നമുക്ക് ഒന്നേ പറയാം, നമ്മൾ രക്ഷിക്കണം, എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന് പറയണം. അപ്പോൾ അപ്പുറത്തെ ടീം നമ്മളോട് പറയാം 2ാമത്തെ പൊട്ടിന് ശേഷം പാലല്ലോ, പാലം പോയിന്ന്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി ഞങ്ങൾ ഉറപ്പിച്ച് എന്തായാലും മുണ്ടക്കൈ, നമ്മളിപ്പോൾ ആ മുണ്ടക്കൈ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ
സർവം തകർന്ന് അവിടെ ഒരാൾ പോലും ബാക്കിയില്ലാത്തവണ്ണം കിടപ്പാണ്. പക്ഷേ അവിടെ നിന്ന് അതിനോട് എന്താണ് തീ അനുഭവങ്ങളെ അതിജീവിച്ചവർ കൂടി ഇവിടെ നിൽപ്പുണ്ട്. അതിജീവനത്തിൻ്റെ കഥകൾ നമുക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. എന്തായാലും നമ്മുടെ പ്രധാന ലക്ഷ്യം അവരുടെ എന്താണ് പോയി എന്ന് കരുതിക്കാൻ വയനാട്ടുകാർക്ക് സാധിക്കില്ല. കാരണം അവിടെ നഷ്ടപ്പെട്ടത് അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെയാണ്. അതിനോടൊപ്പം പ്രധാനമാണ് മുന്നോട്ടേക്ക് എത്രത്തോളം കരുത്തോടെ പോകാൻ കഴിയും. അതിന് സർക്കാർ സംവിധാനം അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്, സർക്കാർ സംവിധാനങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നവർക്ക് ഇനിയും പറയാനുണ്ട്. പ്രേക്ഷകരെ നമ്മൾ തുടരുകയാണ്. വയനാടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. അതിൽ വേദനകളുണ്ട്, മുന്നോട്ടേക്ക് പോകിൻ്റെ പുതിയ ചിന്തകളുണ്ട്. നമ്മുടെ മൂസക്ക വരൂ. മൂസക്ക ഇവിടെ പറയായിരുന്നു, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാരുണ്യ റെസ്ക്യൂ ഹോം ഒക്കെ ഉള്ള ആളാണ്. ഈ വയനാടിൻ്റെ നാട്ടുകാരനാണ്, ആ ദൗത്യത്തിലൊക്കെ ആദ്യമേ പങ്കെടുത്ത ആളാണ്. മൂസക്ക പോയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഇവിടുത്തെ ആൾക്കാർ പറയുകയായിരുന്നു, മുന്നോട്ടേക്ക് ഈ നാടിന് ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നോട്ടേക്ക് പോകണം. അത് ഇപ്പം എങ്ങനെ ജീവിച്ചോ അത്രത്തോളം തന്നെ സുഖകരമായി മുന്നോട്ടേക്ക് ജീവിക്കണം. എന്താണ് മൂസക്ക സർക്കാരിനോട് ഈ നാട്ടിലെ ദീർഘകാലം നാട്ടുകാരൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്? അത് എങ്ങനെ പറയണമെന്ന് ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്നാലും ആ നാട്ടിലെ ജനങ്ങൾ, അതായത് ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു, എല്ലാവരും പോയി, കുടുംബം പോയി, എല്ലാം പോയി, ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കും, ഗവൺമെൻറ് ഏത് കോലത്തിലാണ് ബാക്കിയുള്ള ആൾക്കാരെ പുനരധിവസിക്കുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ വീടുകളൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. പക്ഷേ അവിടെ വീട് നഷ്ടപ്പെടാത്ത ഒറ്റപ്പെട്ട് കഴിയുന്ന കുറേ ജനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ. അവരെ ജീവിതം ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മളെ സിറ്റി പോയി, എല്ലാം പോയി. ഇപ്പോൾ ഞങ്ങളൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് തൊഴിലെടുക്കും, എങ്ങനെ ജീവിക്കും എന്നൊന്നും അറിയില്ല. പെങ്ങൾ പോയി, അളിയൻ പോയി, എല്ലാവരും പോയി. പിന്നെ നമ്മളെ വീട് നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മളാ ഏരിയ പോയിട്ടില്ല. നിങ്ങളിപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാം കണ്ടതാണല്ലോ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മൂസക്ക ആ നാട്ടുമായിട്ട് ഒരുപാട് ഇഴുകിച്ചേർന്ന് കാരുണ്യ റെസ്ക്യൂ എന്ന വർഷങ്ങളെ അവിടെ പ്രവർത്തിക്കുന്ന നാട്ടുമായി വളരെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്മാരാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ ഡോക്ടർ ഷാനവാസിൽ ഒരു ഡോക്ടർ, ഇവിടെ ഇനിയും ഈ ചികിത്സയുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവും, ഇതിന് തുടർ ചികിത്സകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക സൈഡ് വശം കൂടി ഉണ്ട്. അതെ, എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. വയനാട്ടുകാരനായ നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനമായ ഒരു കാര്യമാണ് ഞാൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് എന്ന നിലയിൽ. കാരണം അതിന് നേതൃത്വം വഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികളുണ്ട്. ഒന്ന് പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പനും അതേപോലെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ബഷീർ സാറും. അവർ തന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അത് പുത്തുമല ദുരന്തത്തിലും തന്നൊരു ഇൻസ്ട്രക്ഷൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കാരണവശാലും ഒരു പൈസയും വാങ്ങണ്ട എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയായിരുന്നു, ഈ ഒരു ദുരന്തത്തിലും ഇനി അങ്ങോട്ടും ഒരു ചികിത്സ ഇതുവരെയുള്ള 20ഓളം സർജറി കഴിഞ്ഞു, ഏകദേശം 300ഓളം സ്കാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു പൈസ ഇതുവരെ വാങ്ങിയിട്ടില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഞങ്ങൾ ക്യാൻറ്റീൻ തന്നെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഇനി ക്യാമ്പിൽ നിന്ന് കുറേ പേര് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിട്ട് വരുന്നുണ്ട്, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. OP ആണെങ്കിലും IP ആണെങ്കിലും അതേപോലെ റെസ്ക്യൂ ടീമിനും കൊടുക്കണമെന്ന് പ്രത്യേകം ഞങ്ങൾക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പബ്ലിസിറ്റി ആയിട്ട് കാണരുത്. കാരണം ദുരന്തത്തിൽ അനുഭവിച്ചൊരു വലിയൊരു സ്ഥാപനം കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് എത്ര കാലം നീണ്ടുപോയാലും ചികിത്സ ഞങ്ങൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഉറപ്പ് നൽകുന്നുണ്ട്. അതിനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊരു പ്രഖ്യാപനമാണ്, അതൊരു വലിയ പ്രഖ്യാപനമാണ്. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കാലവും ഈ ഉരുൾപൊട്ടൽ ഭാഗമായുള്ള എല്ലാ ചികിത്സകളും ഡോക്ടർ ബിംസ് അഥവാ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഫ്രീ ആയി നൽകും എന്ന് നമ്മുടെ പരിപാടിയിൽ പറയുക ഡോക്ടർ ഷാനവാസ്. ജാബർ കൂടി ചെയ്തിട്ടുണ്ട്. ജാബറാണ് ആദ്യം കളക്ടറേറ്റ് വിളിക്കുന്നത്. എന്തായിരുന്നു അപ്പോൾ ഒരു അത് ഏകദേശം ഒരു 1:30 സമയമായി. ഞാൻ 12:30ക്കാണ് കിടക്കുന്നത്. അപ്പോൾ 1:30 ആയപ്പോൾ എൻ്റെ സുഹൃത്ത് വിപിനാണ് ഈ കാര്യം പറയുന്നത്. വിപിൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ചുരൽമല കംപ്ലീറ്റ് വെള്ളത്തിലാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത്. അപ്പോൾ കളക്ട്രേറ്റിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ഫോഴ്സിനെ വിടണമെന്ന് പറഞ്ഞു. പിന്നെ ടെൻഷനാണ്, കാരണം എൻ്റെ ഉമ്മ എൻ്റെ സഹോദരൻ്റെ വീട് മുണ്ടക്കയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ ഷെരീഫ് ഖാനെ വിളിച്ചപ്പോൾ ഫോണ് ബീപ്പ് സൗണ്ട് മാത്രമാണ്. അപ്പോൾ തന്നെ ടെൻഷനായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു പ്രമേഷനെ വിംസിൽ ജോലി ചെയ്യുന്ന പ്രമേഷനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2ാമത് ഉരുൾപൊട്ട് അവനത് പറഞ്ഞെന്നോട്. അപ്പോൾ ഞാൻ ജ്യേഷ്ഠൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ പിന്നെ ഉമ്മ എണീറ്റ ആ സമയത്ത് പിന്നെ കുറേ പേരെ വിളിച്ചു. അതുപോലെ സാലിം അവരൊക്കെ റെസ്ക്യൂ ചെയ്ത് അങ്ങോട്ട് പോയി. പക്ഷേ എനിക്കുറപ്പായിരുന്നു പിന്നെ ആ പ്രദേശമില്ല എന്ന്. അവിടുന്ന് എൻ്റെ സുഹൃത്ത് റഷീദൊക്കെ പറഞ്ഞ ആ പ്രദേശമില്ല, കംപ്ലീറ്റ് പോയിട്ടുണ്ട്, മുണ്ടക്കായി കാണാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മനോട് ഞാൻ എന്താ പറയുക,
അങ്ങനെയാണ് നമ്മൾ അതിജീവിക്കും, നമ്മളിനെ അതിജീവിക്കും അല്ലേ, നമ്മൾ അതിജീവിക്കും. ഇതാ ഇവിടെ നമ്മുടെ ഈ ആംബുലൻസുണ്ട്. യെസ്, അതെ, ഇവിടെ നിങ്ങൾ ആ ദിവസം മുതൽ നിങ്ങളുടെ വണ്ടികൾ അങ്ങ് തലങ്ങും വിലങ്ങും ഓടുകയാണ്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിൽ എപ്പോഴും 24 മണിക്കൂർ വണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടി പറയാതെ പോകാൻ പറ്റില്ല. ഞങ്ങളെ സാറേ, ഞാൻ ആംബുലൻസ് അസോസിയേഷൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറിയും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഡ്രൈവറുമാണ്. രാവിലെ ഒരു 3 മണിയോടെയാണ് ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഷാനാസ് സാറ് വിളിച്ചിട്ട് ശിവ അങ്ങനെ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്. ഉടനെ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അസോസിയേഷൻ്റെ, അതിലൊരു വോയിസ് ഇടുകയും ഉടനെ തന്നെ എല്ലാ സന്നദ്ധ സംഘടനകളെയും വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളെ ഡ്രൈവറെ വിളിച്ച് ഏൽപ്പിക്കും. ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാ വണ്ടികളും എത്തിക്കാനുള്ള സൗകര്യം ചെയ്യും. ഫസ്റ്റ് അത് അവിടെ എത്തുന്ന നമ്മൾ സനൂപാണ്, നമ്മളെ മേപ്പാടിയിലെ വെബരേഴ്സിലെ ഡ്രൈവറാണ്. തൊട്ടുപുറകത്തുനിന്ന് ഉമ്മർ, പിന്നെ നമ്മളെ അമീർ ഡ്രൈവറുണ്ട്, അവിടെ എത്തിയും. ഫസ്റ്റ് പേഷ്യൻറ്റിനെ വിംസിൽ കൊണ്ടുവന്നതും പിന്നെ സനൂപാണ്. ഇത് ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് അറിയുന്നില്ല, ഉറങ്ങിക്കിടന്ന് എണീറ്റുമ്പോൾ എത്രയും അറിയുന്നത്. പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ ഫസ്റ്റ് മെഡിക്കൽ ടീം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ നിന്നാണ് മെഡിക്കൽ ടീം പോകുന്നത്. അവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് ചെറിയ ആംബുലൻസുകളിൽ പിന്നെ പേഷ്യൻ്റായിട്ട് വരികയാണ്, ചളിയിൽ കുളിച്ച രീതിയിൽ വരികയാണ്. അപ്പം അവർ കരയാണ്. ഞങ്ങളുടെ വണ്ടിയിൽ മൂപ്പൻസ് മെഡിക്കലിൻ്റെ മൊബൈൽ AC-യിൽ ഒരു അമ്മയും പിന്നെ അച്ഛനും ഒരുമിച്ച് ഉറങ്ങി, മകളെ കാണില്ല സാറേ, ഞങ്ങൾ എങ്ങോട്ടും വിടില്ല, ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, അവരെയും കൂടെ കിട്ടും. ഞങ്ങൾ സമാധാനിച്ച് മാറ്റി വിടുകയും ഉടനെ തന്നെ 100ഓളം ആംബുലൻസുകൾ വിളിച്ചു വരുത്തിക്കും. അന്ന് മുതൽ ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് കളക്ടറേറ്റിൻ്റെ ഓർഡർ പ്രകാരം കളക്ടർ എല്ലാ ജില്ലയ്ക്കും ഓർഡർ കൊടുത്തിരുന്നു വണ്ടികൾ വേണമെന്ന്. നമ്മൾ AOD സംഘടന വണ്ടികളും മറ്റുള്ള എല്ലാ സന്നദ്ധ സംഘടന വണ്ടികളും കേരളത്തിലെ മൊത്തം വണ്ടികളും ഒരു സഹായകം കൂടെയുണ്ട്. അത് ഒരു വെളിപ്പുറത്ത് അത്രയും വണ്ടികൾ വന്നു. നമ്മൾ അന്ന് ഫസ്റ്റ് ദിവസം ഞങ്ങളൊരു ഗ്രൂപ്പൊന്നും ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് വിളിക്കുന്ന പ്രകാരം പിന്നെ അതിൽ കോർഡിനേറ്റ് ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്പറിലേക്കാണ് പിന്നെ കൺട്രോൾ റൂമിൽ നിന്ന് കോളുകൾ വന്നുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞ പ്രകാരം എവിടെയും വണ്ടിയില്ലാതെ പ്രൈവറ്റ് വണ്ടികളും സർക്കാർ വണ്ടികളടക്കം നമ്മൾ മാക്സിമം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുത്തുമലയായാലും പെട്ടെന്ന് അവിടേക്ക് ഒരു 5 വണ്ടി, ഹോസ്പിറ്റലിലേക്ക് 10 വണ്ടി എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പിന്നെ ടെൻഷനും ഇന്നലത്തെ ഒരു ദിവസമായിരുന്നു. നമ്മൾ പുത്തുമലയ്ക്ക് ആ ബോഡി ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വളരെ റിസ്ക് എടുത്തു. ഗവൺമെൻറ്റും ഒരുപാട് റിസ്ക് എടുത്തു. എൻ്റെ ഫോണിൽ എല്ലാവരും റിസ്ക് ഒക്കെ എടുക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ പങ്കിനെ അഭിനന്ദിച്ച മതിയാവുള്ളൂ. എന്തായാലും സർക്കാർ അത് കാണും എന്ന് പ്രതീക്ഷിക്കാം. സർക്കാർ ഞങ്ങൾക്ക് പ്രൈവറ്റ് ആംബുലൻസുകളെ ആരോഗ്യ പ്രവർത്തകരായിട്ട് അംഗീകരിക്കണം. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പറയുന്നതാണ് പ്രൈവറ്റ് മേഖലയിലെ ആംബുലൻസ് ഡ്രൈവർമാരെ ആരോഗ്യ പ്രവർത്തകരായിട്ട് അംഗീകരിക്കണം. ഒരിക്കൽ കൂടി അത് പറയണം. അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ സമയപരിധിയാണ്. ഒരുപാട് പേരോട് നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ടായിരുന്നു, പലരോട് സംസാരിക്കാൻ ക്ഷമിക്കണം. നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാടിന് വേദന ഉറപ്പായുമുണ്ട്. ആ വേദനയ്ക്കുപരി മുന്നോട്ടേക്കുള്ള പോക്ക് എങ്ങനെയുള്ള ചിന്തകൾ കൂടി സജീവമാകേണ്ട സമയമാണ്. അപ്പോൾ പ്രത്യേക ചർച്ച തുടങ്ങുകയാണ്. വേണുഗോപാലകൃഷ്ണൻ ചേരുന്നു വയനാടിനായി. അപ്പോൾ ഇവിടെ നിന്ന് മേപ്പാടിയിൽ നിൽപ്പാണ്, വയനാട് നിൽപ്പാണ്. തൽക്കാലം വിട പറയുന്നു. താങ്ക് യു.